Good morning, all. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? Yes, ma'am. ക്ലിയർ ആണോ എല്ലാം? ക്ലിയർ ആണോ? ആദ്യത്തെ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെ കുറച്ച് ബുദ്ധിമുട്ട്, പിന്നെ സിമ്പിൾ അല്ലേ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ICUലെ പ്രവർത്തനങ്ങൾ അല്ലെ, ഫാർമസിയിലെ നിങ്ങളുടെ എല്ലാ ചാപ്റ്ററിന്റെയും പ്രിന്റ് ഉണ്ടോ, കയ്യിലുണ്ടോ? അതോ നിങ്ങൾ ഓരോ ചാപ്റ്റർ ബേസ് എടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല മാം, എല്ലാം ഉണ്ട്. എല്ലാം ഇന്ന് സോളിഗേറ്റ്സ് ലീവ് ആണ്, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. അപ്പൊ മിസ് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത് ക്ലാസ് കേട്ടോ. Okay, ma'am. നമുക്ക് ഈ പെർഫോമൻസ് വരെയല്ലേ എടുത്തേ? കീ പെർഫോമൻസ് കംപ്ലീറ്റ് ആയില്ലേ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കംപ്ലീറ്റ് വരെ എടുത്തില്ലേ മിസ്റ്റർ? ഓക്കെ, നെക്സ്റ്റ് signage. Signage എന്താ പറയുന്നത്? That includes patients' rights and responsibility. എന്താണ്? പേഷ്യൻസിന്റെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. പേഷ്യൻസിന്റെ അവകാശങ്ങളുണ്ട്. എന്താണ്? അവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ലഭിക്കുക അല്ലെ, അവർക്ക് വേണ്ട ബെസ്റ്റ് കെയർ ലഭിക്കുക, അവർക്ക് വേണ്ട ബെസ്റ്റ് സർവീസ് ലഭിക്കുക, ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റുകൾ ലഭ്യമാക്കുക. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസ് എന്തായിരിക്കും ഹോസ്പിറ്റലില്? പേഷ്യൻസിന്റെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് ഹോസ്പിറ്റലില്? നമ്മൾ പോവാറുള്ളതല്ലേ ഹോസ്പിറ്റലില്? അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഒന്നുമില്ല, അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഹോസ്പിറ്റലില്, ഉത്തരവാദിത്തങ്ങളില്ല. എന്താണ് ആരൊന്നും പറയാത്തത്? ഉണ്ട്. ഡിസിപ്ലിൻ, പിന്നെന്താണ്? ഹോസ്പിറ്റൽ റൂൾസ് അല്ലെ, ഇല്ലേ? നിയമങ്ങൾ ഉണ്ടാവും, പേഷ്യൻസ് പാലിക്കേണ്ട അല്ലെ. അത് കറക്റ്റ് രീതിയില്ല. പിന്നെ എന്താണ്? മരുന്നുകൾ കഴിക്കുക എന്നുള്ളത് ആര് ഉത്തരവാദിത്തമാണ്? മെഡിസിൻ പ്രോപ്പർ ആയിട്ട് കഴിക്കുക, ടെസ്റ്റുകൾ പറഞ്ഞാൽ അത് കറക്റ്റ് രീതിയിൽ ചെയ്യുക, ഡോക്ടർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് നമ്മ ചെയ്യുക എന്നുള്ളതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്? പേഷ്യൻസിന്റെ അല്ലെ. അപ്പൊ എന്താണ്? പേഷ്യൻസിന്റെ റൈറ്റ്സ്, അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക, സൈനേജില് ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. സ്റ്റാഫുകൾക്ക് അവരെ എന്താണ് പ്രൊഫഷണൽ സ്കില്ലുകൾ അല്ലെ, പ്രൊഫഷണൽ നോളജുകൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയപ്പോ തന്നെ? അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളെ കുറിച്ച് എഴുതുന്ന റെക്കോർഡുകൾ, അവർക്ക് എന്തൊക്കെ ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രൊഫഷണൽ സ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അങ്ങനെ അതിനെ കുറിച്ചുള്ള റെക്കോർഡ്. നെക്സ്റ്റ് സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ അല്ലെ. സ്റ്റാഫുകൾക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കേണ്ടതുണ്ടോ? കൊടുക്കണ്ടേ? ഇമ്മ്യൂണൈസേഷൻ ഓരോ രോഗത്തിൽ നിന്നും പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെ, അവർക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കണം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്ന റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള റെക്കോർഡ്. നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്ന് വെച്ചാൽ നിയമാനുസൃത
രേഖകൾ, നിയമാനുസൃതമായി ആവശ്യമായിരുന്ന ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയായിരിക്കും? ഒരു ഹോസ്പിറ്റലില് നിയമാനുസൃതമായിട്ട് ആവശ്യമായ റെക്കോർഡുകൾ ഏതൊക്കെയായിരിക്കും? ഡോക്യുമെന്റ്സുകൾ ഏതൊക്കെയായിരിക്കും? രേഖകൾ ഏതൊക്കെയായിരിക്കും? മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണോ ഹോസ്പിറ്റലില്? ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണം അല്ലെ. പൊല്യൂഷൻ ഇത് വേണോ? സർട്ടിഫിക്കറ്റ് വേണോ? വേണം. പിന്നെ എന്ത് വേണം? ബയോമെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണോ? ബയോമെഡിക്കൽ വേസ്റ്റുകൾ കറക്റ്റ് രീതിയിൽ പ്രോപ്പറായ രീതിയിൽ. പിന്നെ എന്താണ് വേണ്ടത്? റേഡിയേഷനുമായി ബന്ധപ്പെട്ട ലൈസൻസ് വേണോ? അപ്പൊ അങ്ങനെയുള്ള നിയമാനുസൃതമായി വേണ്ട അവർക്ക് ആ ഹോസ്പിറ്റലിൽ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ. അപ്പൊ നിയമാനുസൃതമായി അവർക്ക് എന്തൊക്കെ രേഖകളാണോ വേണ്ടത് അതിന്റെയൊക്കെ ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട് നാബ്. അവർക്ക് സ്റ്റാൻഡേർഡ് കൊടുക്കണോ, ആ ഹോസ്പിറ്റലുകൾക്ക് സ്റ്റാൻഡേർഡ് കൊടുക്കണോ വേണ്ടിയോ എന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി ഈ രേഖകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് ഹാജരാക്കണം. ഇപ്പൊ നമുക്കൊരു വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് വേണം. നമ്മൾ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് അവർ തരുമോ? ഇല്ല അല്ലെ. നമ്മ അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മുടെ റേഷൻ കാർഡിന്റെ കോപ്പി വേണം അല്ലെ. റേഷൻ കാർഡ് വേണ്ടേ? അങ്ങനെയുള്ള പ്രൂഫുകൾ കാണിച്ചാൽ മാത്രമല്ലേ, ഡോക്യുമെന്റ്സ് കാണിച്ചാൽ മാത്രമല്ലേ അത് നമുക്ക് തരുള്ളൂ. അപ്ലൈ ചെയ്യും. അതേപോലെ നാബിന്റെ അക്രിഡിയേഷൻ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലുകൾ ഹാജരാക്കേണ്ട രേഖകളാണ് നമ്മിപ്പോ പഠിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, hospital wide internal audit to be managed once in a month. എന്താണ്? ഹോസ്പിറ്റൽ ഓഡിറ്റിംഗ് നടക്കാറുണ്ട് അല്ലെ. ഓഡിറ്റിംഗ് നിങ്ങൾ പഠിച്ചതല്ലേ, ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടല്ലേ നിങ്ങൾക്ക്. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലില് 6 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഓഡിറ്റിംഗ് നടത്തണം. അപ്പൊ അതിന്റെ ഇന്റേണൽ ഓഡിറ്റിംഗ് നടന്നതിന്റെ രേഖകൾ കാണിക്കണം. നെക്സ്റ്റ്, ടു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഇൻ എ ഇയർ. എന്താണ്? ഹോസ്പിറ്റലില് ക്വാളിറ്റി നമ്മൾ പറഞ്ഞു, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ. അതെന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെ, ഓൺ ഗോയിങ് പ്രോസസ് ആണ്. പഠിച്ചോ? എന്തുപറ്റി? എല്ലാം പഠിക്കണത് ആദ്യം തന്നെ പറഞ്ഞിട്ട് പോരാണോ? ഈ ചാപ്റ്ററിൽ മിസ് പറഞ്ഞില്ലേ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഫസ്റ്റ് വേണം. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഈസ് എൻ ഓൺ ഗോയിങ് റെസ്പോൺസ്. എന്താണ് ഇത്? തുടർച്ചയായി എന്താണ് സ്റ്റോപ്പ് ചെയ്യാതെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് എന്താണ്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച്, സർവീസുകളെ കുറിച്ച് അവരെന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും അല്ലെ. വിലയിരുത്തിയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സർവീസുകളാണ് അവർക്ക് വർദ്ധിപ്പിക്കേണ്ടത്, ഇംപ്രൂവ് ചെയ്യിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യിക്കും. അപ്പൊ നോക്കിയേ, അങ്ങനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ, ക്വാളിറ്റി ഇംപ്രൂവ്, ഗുണനിലവാരം ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി അവർ ചെയ്ത പ്രവർത്തനങ്ങൾ. ഒരു വർഷത്തിൽ എന്തൊക്കെ വേണം? 2 പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രൊജക്ട്സിനെ ടു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട്സ് അല്ലെ. എന്താണ്? പിന്നെ ഒരു വർഷത്തില് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടുകൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കണം ഹോസ്പിറ്റലില്. എന്തെങ്കിലും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സാമ്പിൾ പറയാനുണ്ടോ നിങ്ങൾക്ക്? പറയാൻ പറ്റോ? ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രവർത്തനങ്ങളില് ഫെസിലിറ്റി കൂട്ടാം. പിന്നെ എന്താണ്? ഡോക്ടേഴ്സിന് അല്ലെ, കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് വഴിക്ക് വെക്കാലോ. എക്യുപ്മെന്റുകൾ അല്ലെ, കൂടുതൽ കാര്യക്ഷമമായ എന്താണ് എക്യുപ്മെന്റുകൾ, മെറ്റീരിയൽസിൽ അല്ലെ, ബെഡ്സിന്റെ എണ്ണം കൂട്ടാം അല്ലെ, ICUലെ ഫെസിലിറ്റീസ് കൂട്ടാം അല്ലേ. അപ്പൊ എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഒരു വർഷത്തിൽ 2 പ്രൊജക്ടുകൾ, 2 കാര്യങ്ങളെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കണം ഹോസ്പിറ്റലുകളിൽ. Next, incident report management, which consists of identification, reporting, reviewing and action on
ഇൻസിഡന്റ്, ഏതെങ്കിലും ഇൻസിഡന്റുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവരെന്താണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്താണ് എന്തെങ്കിലും ഇൻസിഡന്റ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആക്സിഡന്റ് ആവാം, ഫയർ ആക്സിഡന്റ് ആവാം, ഗ്യാസ് ലീക്കേജുകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ മാറിക്കൊടുത്തതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും സർജറി ചെയ്തപ്പോ അതെന്തെങ്കിലും സൈറ്റിൽ വ്യത്യാസം വന്നതാവും. പല ഇൻസിഡന്റുകളും ഹോസ്പിറ്റലിൽ സംഭവിക്കാം അല്ലെ. അപ്പൊ ആ ഇൻസിഡന്റുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ എന്താണ് തയ്യാറാക്കുക. കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ അല്ലെ. ആ ഇൻസിഡന്റ് എന്ത് ചെയ്യാ, ഒരു ഐഡന്റിഫൈ ചെയ്യണം, റിപ്പോർട്ട് തയ്യാറാക്കണം. റിവ്യൂവിങ് ആൻഡ് ആക്ഷൻ ഓൺ ഇൻസിഡന്റ് എന്താണ്, അത് റിവ്യൂ ചെയ്യാൻ വേണം. പിന്നെ എന്താണ് ആ ഇൻസിഡന്റിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് അവര് എന്തൊക്കെ ആക്ഷൻ, എന്തൊക്കെ പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്താണ് അവര് അതിന് പ്രതിവിധിയായി ചെയ്തത്, അതിനെ കുറിച്ച് അവര് റിപ്പോർട്ട് തയ്യാറാക്കുക. ദിസ് കുഡ് കൺസിസ്റ്റ് ഓഫ് നിയർ മിസ്. അതിലെന്തൊക്കെ വരാം, ഈ ഇൻസിഡന്റിൽ നിയർ മിസ് അല്ലെ, തലനാരിക്ക് രക്ഷപ്പെടാം അല്ലെ. ഇപ്പൊ അങ്ങനെയുള്ള കേസുകള് പേഷ്യൻസിന്റെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അവർ വിടോ? അപ്പൊ നമ്മുടെ ശ്രദ്ധയിൽ പെടുകയാണ്, നമുക്ക് സർജറി ചെയ്യാൻ പോയ ഭാഗം മാറിപ്പോയി, നമ്മ വിടോ അത്? ഇല്ല. അപ്പൊ എന്താണ് നിയർ മിസ്, അങ്ങനെയുള്ള നിയർ മിസ് എന്തെങ്കിലും ഉണ്ടായിട്ടില്ല. സെൻഷ്യൽ ഇവന്റ്സ് ഓർ അഡ്വേഴ്സ് ഇവന്റ്സ്. സെൻഷ്യൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയി കേസ് കൊടുക്കൂ അല്ലെ. അതേപോലെ എന്താണ് സെൻഷ്യൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ സർജറി ചെയ്യുന്ന സൈറ്റ് മാറിപ്പോവുക, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും മരുന്നുകൾ മാറിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ മാറിക്കൊടുക്കുക. എന്താണ് ഹോസ്പിറ്റലിന് ഫേവറബിൾ അല്ലാത്ത രീതിയിൽ അൺഫേവറബിൾ ആയ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുന്നതിനെയാണ് സെൻഷ്യൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ അഡ്വേഴ്സ് ഇവന്റ്സ് അല്ലെ, ഹാനികരം അഡ്വേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പൊ മരുന്നുകൾ മാറിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ സെൻഷ്യൽ ഇവന്റ്സ് തന്നെയാണ് അഡ്വേഴ്സ്. അങ്ങനെയുള്ള ഡോസിൽ ചേഞ്ച് ആവാം, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ ഇൻസിഡന്റിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? അതിന്റെ റിപ്പോർട്ടുകളൊക്കെ ആർക്ക് കൊടുക്കണം? നാബിന് സ്റ്റാൻഡേർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവര് ഹാജരാക്കണം. അപ്പൊ എന്താണ് അവർ ചെയ്യുന്നത്? പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഫോൾട്ടുകൾ വരാത്ത രീതിയിലായിരിക്കും അവർ ഹോസ്പിറ്റലിലെ പ്രവർത്തനം നടത്തുന്നത് അല്ലെ, അക്രഡിറ്റേഷൻ ലഭിക്കാനായിട്ട്. ക്ലിയർ ആയോ? ഇത്രയും ഭാഗം മിസ് എടുത്ത് ഇത്രയും ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇതിൽ വീണ്ടും റിവൈസ് ചെയ്ത് പറയുന്നത് കേട്ടാ. മുമ്പ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ പറഞ്ഞ തന്നെയാണ് വീണ്ടും ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചിങ്ങാണിട്ട് പറയുന്നത്. Quality indicators. Quality indicators are otherwise called key performance indicators. Quality indicators, quality സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുണനിലവാര സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അതർവൈസ് നമ്മൾ പറയും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ പറഞ്ഞു അല്ലെ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞില്ലേ, അതിനെ തന്നെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്വാളിറ്റി refers to the degree of adherence to pre-established criteria or standard. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിലവാരത്തിന്റെ ഡിഗ്രിയെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, ഇതാദ്യം ക്വാളിറ്റി ISO പറഞ്ഞിരിക്കുന്നതാണ് അല്ലെ ക്വാളിറ്റിയെ കുറിച്ച്. ക്വാളിറ്റി ഗുണനിലവാരം എന്ന് പറഞ്ഞത് എന്താണ്? നമ്മ മുൻകൂട്ടി അല്ലെ, നമ്മ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അത് എന്താണ് മുൻകൂട്ടി നമുക്ക് അതിനെ കുറിച്ചുള്ള കുറച്ച് നിബന്ധനകൾ ഉണ്ടായിരിക്കും അല്ലെ, ക്രൈറ്റീരിയ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. അതിനെയാണ് ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഓഫ് ദി പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ, സ്റ്റാറ്റിസ്റ്റിക്കൽ അളവിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് സൂചകങ്ങൾ എന്ന് പറയുന്നത്. ഓഫ് ദി പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ എന്താണ്? ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിലാണല്ലേ പറയുന്നത്. ആ ഹോസ്പിറ്റലിലെ പെർഫോമൻസിന്റെ ഫംഗ്ഷൻ പ്രവർത്തനങ്ങള്, സിസ്റ്റം ഓർ പ്രോസസ് അവിടുത്തെ സിസ്റ്റംസിനെ അല്ലെങ്കിൽ പ്രോസസ്സിനെ പ്രക്രിയകളെ, അതായത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു
ടൈം പീരീഡിന്റെ ഉള്ളിൽ. അപ്പൊ ചിലപ്പോ എന്താണ് 1 വർഷമായിരിക്കാം, അല്ലെങ്കിൽ 2 വർഷമായിരിക്കാം, അല്ലെങ്കിൽ 6 മാസമായിരിക്കാം. അതേ ആ 6 മാസത്തിന്റെ ഉള്ളിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്താണ് പ്രോസസ്സുകൾ അല്ലെ, പ്രക്രിയകളെ നമ്മ മെഷർ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു ഹോസ്പിറ്റൽ, ഇപ്പൊ നമ്മളിവിടെ ഹോസ്പിറ്റലിലാണല്ലേ പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ ഒരു ടൈം പീരീഡിൽ, ഇപ്പൊ ചിലപ്പോ ആ ടൈം പീരീഡ് ചിലപ്പോ 6 മാസമാവാം, അല്ലെങ്കിൽ 1 വർഷമാകാം അല്ലെ. ആ 1 വർഷത്തിന്റെ ഉള്ളിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അളവ് വെച്ച് അളക്കുന്നതിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ്. നമ്മ അത് അളക്കാണ്. എങ്ങനെ അളക്കാണ്? ബെറ്റർ ആണോ, ഗുഡ് ആണോ അല്ലെ, ബാഡ് ആണോ, എന്താണ് ഇതിലെന്തെങ്കിലും എത്ര പെർസെന്റേജ് വന്നിട്ടുണ്ട് അല്ലെ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ അങ്ങനെയല്ലേ പറയുന്നത്, പെർസെന്റേജോ റേഷ്യോ അങ്ങനെയല്ലേ പറഞ്ഞത്. നിങ്ങൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് 32 പഠിച്ചപ്പോഴും അതെന്താണ്, അതൊരു അളവാണ് അല്ലെ. പെർസെന്റേജ്, റേഷ്യോ എന്ന് പറയുന്ന അളവല്ലേ, മെഷർ അല്ലേ അത്. അപ്പൊ എന്താണ്, ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനം ഒരു ടൈം പീരീഡിൽ, ഇത്ര പീരീഡിനുള്ളിൽ, ഇത്ര സമയത്തിനുള്ളിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്കലായി അളക്കുന്നതിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD. KPD എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഡ്രൈവ്. എഴുതി വെച്ചോട്ടാ, കീ പെർഫോമൻസ് ഡ്രൈവ്. കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഒരു ആ ഹോസ്പിറ്റലിലെ പെർഫോമൻസ്, അതായത് പ്രവർത്തനങ്ങൾ എന്താണ് കാഴ്ചവെക്കാൻ, അവരെന്താണ് നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവരെടുക്കുന്ന എഫേർട്ടിനെയാണ്, പ്രയത്നത്തെയാണ് കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക അല്ലെ, നല്ല മാർക്ക് വാങ്ങി പാസ്സായി സർട്ടിഫിക്കറ്റ് വാങ്ങുക, അതല്ലേ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ടിനെയാണ് എന്ത് പറയുന്നത്, കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലില് നല്ല പ്രവർത്തനങ്ങൾ, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർ എടുക്കുന്ന എഫേർട്ടിനെ, പ്രയത്നത്തെയാണ് കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Key quality indicators for KPD, different hospital department. എന്താണ്, ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളിലെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ICU ഉണ്ട് അല്ലെ, ഫാർമസി ഉണ്ട് അല്ലെ. അവിടെ എല്ലാവർക്കും നടക്കുന്ന പെർഫോമൻസ് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഒരേപോലെയാണോ? അല്ല അല്ലെ. അപ്പൊ ഈ ഓരോ സെക്ഷനിലും, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും കീ പെർഫോമൻസ് ഡ്രൈവ് എന്തൊക്കെയായിരിക്കും, അവിടുത്തെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, ഗുണനിലവാര സൂചകങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് നെക്സ്റ്റ്. ഫസ്റ്റ് വൺ പറയുന്നത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവിടെ ആരായിരിക്കും, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചാണോ നിങ്ങൾ, പഠിച്ചിട്ടുണ്ടോ? നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും. നഴ്സസ്. അവിടെ ആരായിരിക്കും, നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ. അവിടെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നത്, അസസ് ചെയ്യുന്നത് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും. അവിടെ എന്തൊക്കെയാണ് ടൈം, ഫസ്റ്റ് വൺ പറയുന്നത് ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യൻസ്. എന്താണ് ഇൻഡോർ പേഷ്യൻസില്, അതല്ലെങ്കിൽ ഇൻപേഷ്യന്റ് അല്ലെ, നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഇനീഷ്യൽ ഇവാലുവേഷൻ അല്ലെ, പ്രാഥമിക വിലയിരുത്തൽ, അസസ്മെന്റ് നടത്തുന്നതിന് വേണ്ടി എത്ര ടൈം എടുത്തു? ഒരുപാട് ടൈം എടുക്കാൻ പാടുണ്ടോ? ഒരു ഇനീഷ്യൽ ഇല്ല അല്ലെ, കുറച്ച് സമയത്തിനുള്ളിൽ അല്ലെ, ഒരു 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ, കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ എന്ത് ചെയ്യുക, ഇനീഷ്യൽ അസസ്മെന്റ് എടുക്കണം അല്ലെ, വേണ്ടേ?
ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് മിക്ക ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ആദ്യം തന്നെ നേഴ്സ് നമ്മുടെ ബി പി ചെക്ക് ചെയ്യും, വെയിറ്റ് നോക്കും, ടെമ്പറേച്ചർ നോക്കും അല്ലെ. അതൊക്കെ ആദ്യം അവർ എന്ത് ചെയ്യും, ഇനീഷ്യൽ അസസ്മെന്റ് ആണ് അല്ലെ, പ്രാഥമികമായി വിലയിരുത്തിയിട്ട് അവർ ആദ്യം നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ടല്ലേ ഡോക്ടർ നമ്മൾ ചെക്കപ്പ് ചെയ്യുന്നത് മിക്ക ഹോസ്പിറ്റലിലും. അപ്പൊ അങ്ങനെ ഇനീഷ്യൽ അസസ്മെന്റ് ഇവാലുവേഷൻ നടത്തുന്നതിന് വേണ്ടി എത്ര സമയമെടുത്തു? Next, a percentage of inpatient cases in which nursing care plan is documented. Nursing plan, nursing care plan, nursing പരിചരണം ലഭിക്കുന്നതിന് വേണ്ടി രേഖപ്പെടുത്തുന്നതിനുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം ഒരു സെക്ഷൻ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ട് അവിടെ നഴ്സിംഗ് കെയർ ലഭിക്കുന്നതിന് വേണ്ടി എത്ര ഇൻപേഷ്യന്റിന്റെ കേസുകൾ അതിന്റെ പെർസെന്റേജ് നോക്കുക. എത്ര പേര് വന്നിട്ട് നഴ്സിന്റെ പരിചരണം ലഭിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ പെർസെന്റേജ്. ക്ലിയർ ആയോ? ചിലപ്പോ തിരക്കിന്റെ ഇടയിൽ വിട്ടുപോവാ അല്ലെ, ആദ്യം തന്നെ ഇനീഷ്യൽ അസസ്മെന്റ് എടുക്കാനൊക്കെ രോഗികളുടെ തിരക്ക് കൂടുമ്പോ. അപ്പൊ അങ്ങനെ എത്ര പെർസെന്റേജ് നഴ്സിന്റെ കെയർ ലഭിച്ചിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് വേണം. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ. എന്താണ് മെഡിക്കേഷൻ എറർ? മെഡിസിന്റെ മരുന്നിന്റെ തെറ്റ് എത്ര ശതമാനം അല്ലെ, മരുന്നുകൾ മാറിക്കൊടുക്കാം അല്ലെ. അപ്പൊ അതിന്റെ എത്ര പെർസെന്റേജ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ചിലർക്ക് എന്താണ് ആ ഡോക്ടർ എഴുതിയതിന്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതിയതിന്റെ തെറ്റ് കൊണ്ടാവാം അല്ലെ, മനസ്സിലാകാതെ ആവാം, നഴ്സിന് മനസ്സിലാകാതെ ഒക്കെ വരുമെന്ന് വെച്ചാൽ അങ്ങനെ എറർ സംഭവിക്കാം, മെഡിക്കേഷൻ എറർ സംഭവിക്കാം. ചിലപ്പോ അവര് എഴുതാറില്ലേ 1 രാവിലെ ഉച്ചക്ക് രാത്രി എന്നൊക്കെ പറഞ്ഞ് എഴുതാറില്ലേ 101 എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ കറക്റ്റ് രീതിയിൽ മനസ്സിലായില്ലെങ്കിൽ തെറ്റ് പറ്റില്ലേ? അവരിങ്ങനെ കൂട്ടി എഴുതുമ്പോ എന്താണ് ചിലപ്പോ നമുക്ക് തന്നെ വായിക്കാൻ പറ്റാറില്ല അല്ലെ. അപ്പൊ നഴ്സിന് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കാം അല്ലെ, അവർക്ക് അത് കറക്റ്റ് രീതിയിൽ വായിക്കാൻ പറ്റാണ്ടാവുമ്പോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മെഡിക്കേഷൻ എറർ ചിലപ്പോ പേഷ്യൻസിനെ മാറിപ്പോകാം അല്ലെ, ഒരേപോലെ ഒരേ പേരുള്ള പേഷ്യൻസ് വന്നാൽ മാറിപ്പോകാം. കറക്റ്റ് രീതിയിൽ ചെക്ക് ചെയ്യാൻ അവരെ ഐഡന്റിഫൈ ചെയ്യാണ്ടാണ് അവരെ പേര് വയസ്സെല്ലാം നോക്കിയിട്ടാണ് കൊടുത്തിരുന്നെങ്കിൽ എന്താണ് എറർ സംഭവിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും മെഡിക്കേഷൻ എറർ സംഭവിച്ചിട്ടുണ്ടോ? നെക്സ്റ്റ്, നമ്പർ ഓഫ് സെൻഷ്യൽ ഇവന്റ്സ് റിപ്പോർട്ടഡ്. എന്താണ് എന്തെങ്കിലും സെൻഷ്യൽ ഇവന്റ്സ് അല്ലെ, നമ്മ പറഞ്ഞു അല്ലെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെ, എന്താണ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും സെൻഷ്യൽ ഇവന്റ്സുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഗ്യാതേർഡ് അല്ലെ, അവരുടെ വിവരങ്ങൾ എന്ത് ചെയ്യുക, ശേഖരിക്കുക. ആൻഡ് എക്സാമിൻ വിത്തിൻ ദ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. എന്താണ് ഒരു സ്പെസിഫിക് ടൈം പീരീഡിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, ആ സെൻഷ്യൽ ഇവന്റ്സിന്റെ സെൻഷ്യൽ ഇവന്റ്സ് അപകടങ്ങൾ സംഭവിച്ച ആളുടെ വിവരങ്ങൾ എന്ത് ചെയ്യുക, ശേഖരിക്കുകയും അത് എക്സാമിൻ ചെയ്യുകയും ചെയ്യുക. എസെൻഷ്യൽ ഇവന്റ്സ് ഈസ് ഡിഫൈൻഡ്. എസെൻഷ്യൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? As any unanticipated events in a healthcare setting that result in death or serious physical or psychological injury to a patient or patients. എന്താണ് essential events എന്ന് പറഞ്ഞാല് അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള, അൺആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാല് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഇവന്റ്സ് ആണ്. അതെന്താണ് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? In death or serious physical or psychological injury. അത് എന്താണ് റിസൾട്ട് ചെയ്യുന്നത്? ആ പേഷ്യൻസിന് ഒന്നുകിൽ ഡെത്ത് മരണം സംഭവിക്കാം, അതല്ലെങ്കിൽ അവർക്ക് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറീസ് അപകടങ്ങളാകാം, അതല്ലെങ്കിൽ അവർ സൈക്കോളജിക്കൽ മാനസികമായി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇഞ്ചുറീസ് വരാം. അതെന്താണ് ടു എ പേഷ്യൻസ്. ചിലപ്പോൾ ഒരു പേഷ്യൻസിനായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒന്നിൽ കൂടുതൽ പേഷ്യൻസിനായിരിക്കാം ഓർ പേഷ്യൻസ്. ഇപ്പൊ നമ്മൾ എന്താണ് സർജറി നടന്നിട്ട് എന്താണ് സർജറി ചെയ്ത് സൈറ്റ് വ്യത്യാസപ്പെടാം അല്ലെ. അപ്പൊ അതെന്താണ് അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. അതല്ലെങ്കിൽ എന്താണ് സർജറി നടന്നിട്ട് ബ്ലീഡിങ് വന്ന പേഷ്യൻസിന് മരണം സംഭവിക്കുക, അതല്ലെങ്കിൽ മരുന്നുകൾ മാറിക്കൊടുത്തിട്ട് അല്ലെ പേഷ്യൻസിന് എന്താണ് അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടാക്കുക അല്ലെ. അതൊക്കെ എന്താണ് ഒരു സെൻഷ്യൽ ഇവന്റ്സ് ആണ്. ക്ലിയർ ആയോ? സെൻഷ്യൽ ഇവന്റ്സ്.
നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോസ് ഓഫ് ദി പേഷ്യൻസ് ഇൽനെസ്. എന്താണ് ആ പേഷ്യൻസിന്റെ നാച്ചുറൽ കോഴ്സ്, സ്വാഭാവികമായിട്ടുള്ള അസുഖത്തിന്റെ അല്ലാത്ത രീതിയിൽ അവർക്ക് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ ചിലർക്ക് എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് സർജറി ചെയ്യുമ്പോൾ അവർക്ക് മരണം സംഭവിക്കാം അല്ലെ. അത് അവരുടെ എന്താണ് അസുഖത്തിന്റെ കാഠിന്യം കൊണ്ടാവാം അല്ലെ. അതൊന്നും ഉൾപ്പെടുത്തില്ല. അതല്ലാണ്ട് അൺഎക്സ്പെക്റ്റഡ്, സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും ഇവന്റ്സുകൾ സംഭവിക്കുന്നതിനാണ് സെൻഷ്യൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. ചിലപ്പോ ബ്ലീഡിംഗ് ആയിട്ട് കൊണ്ടുവന്നിട്ട് എന്താണ് അധിക രക്തസ്രാവമായിട്ട് കൊണ്ടുവന്നിട്ട് മരണം സംഭവിക്കാലോ പേഷ്യൻസിന്. അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുവന്നിട്ട് അല്ലെ മരണം സംഭവിക്കുക. അതെങ്ങനെയാണ് സെൻഷ്യൽ ഇവന്റ്സിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെയുള്ള നാച്ചുറൽ കോസ് ഓഫ് ദി പേഷ്യൻസിന്റെ സാധാരണ അസുഖമല്ലാത്ത എന്താണ് എന്തെങ്കിലും അസ്വാഭാവികമായ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവന്റ്സുകൾ വന്നു കഴിഞ്ഞാൽ അതെന്താണ് അതിന്റെ വിവരങ്ങള് ശേഖരിക്കുകയും അത് എക്സാമിൻ ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് നിയർ മിസ് might have happened but not happened. എന്താണ് സംഭവിച്ചു സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ മിസ് പറഞ്ഞില്ലേ തലനാടിലേക്ക് രക്ഷപ്പെടുക അല്ലെ. കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞ എന്താണ് തലനാടിലേക്ക് രക്ഷപ്പെടുന്ന കേസുകൾ. ഇപ്പൊ എന്താണ് എന്തെങ്കിലും മെഡിസിനുകൾ മാറിക്കൊടുക്കാൻ പോവുകയാണ്, പെട്ടെന്ന് തന്നെ ആ മെഡിസിൻ ചെക്ക് ചെയ്യുന്ന റീചെക്ക് ചെയ്യുന്ന ക്രോസ് ചെക്ക് ചെയ്യുന്ന ആളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യും? അവർ കറക്റ്റ് ചെയ്ത് കൊടുക്കും അല്ലേ മെഡിസിൻ, കറക്റ്റ് ചെയ്ത് കൊടുക്കില്ലേ? അപ്പൊ അങ്ങനെയുള്ള കേസുകള് അപ്പൊ എന്താണ് അതിന്റെ പെർസെന്റേജ് എത്ര പെർസെന്റേജ് സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച്. എന്താണ് ആപ്ലിക്കബിൾ ടു ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഫോർ പേഷ്യൻസ് ഫോർ ഷിഫ്റ്റ്. എന്താണ് പേഷ്യൻസിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ. ചിലപ്പോ എന്താണ് അവരെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ട് സീരിയസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്ത് ചെയ്യും? അവരെ ICUലേക്കോ അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും അല്ലെ. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഹാൻഡ് ഓവേഴ്സ് നടത്താതിരിക്കുക, കൈമാറ്റുക അല്ലെ. ഇപ്പൊ എന്താണ് ഇപ്പൊ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് എങ്ങോട്ട് മാറ്റണം? പേഷ്യൻസിന് ICUലേക്കാണെങ്കിൽ ICUലേക്ക് മാറ്റണം അല്ലെ. അപ്പൊ എന്താണ് ഇവരെ ഫയലുകൾ അല്ലെ, മെഡിക്കൽ ഫയലുകൾ, ഇവരുടെ കേസ് ഷീറ്റുകളൊക്കെ എന്ത് ചെയ്യണം? ICUലെ ഡോക്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്യണ്ടേ? അതേപോലെ ഇവരെ വിവരങ്ങൾ നഴ്സുമാർക്കും കൊടുക്കണം അല്ലെ, ഇവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർ രീതിയിലല്ലാത്ത ഹാൻഡ് ഓവേഴ്സ് നടക്കുക. നെക്സ്റ്റ്, ഇൻസിഡൻസ് ഓഫ് പേഷ്യൻസ് ഐഡന്റിഫിക്കേഷൻസ് എറർ. എന്താണ് പേഷ്യൻസിന്റെ ഐഡന്റിഫിക്കേഷൻ? ഞാൻ പറഞ്ഞു എന്താണ് ഒരേ പേരില് രണ്ട് പേഷ്യൻസ് ഉണ്ടായാൽ എന്താണ് തെറ്റുകൾ സംഭവിക്കാം അല്ലെ. കൺഫ്യൂഷൻ സംഭവിക്കാം, മരുന്നുകൾ മാറിപ്പോവാ അല്ലെ കൊടുക്കുന്നത്, അവരുടെ ട്രീറ്റ്മെന്റ് മാറിപ്പോവാ അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ പേഷ്യൻസിനെ തിരിച്ചറിയുന്നതിനുള്ള ഐഡന്റിഫിക്കേഷൻസ്, തിരിച്ചറിയാനുള്ള കാര്യങ്ങളില് എന്തെങ്കിലും എറർ തെറ്റ് സംഭവിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവാം. ചിലപ്പോ അവരെ പേര് മാറി എഴുതി പോവുക, അല്ലെങ്കിൽ അവരെ പേഷ്യൻസിന്റെ ID നമ്പർ മാറിപ്പോവുക അല്ലെ. അങ്ങനെയുള്ള എന്തെങ്കിലും എറർ തെറ്റ് സംഭവിക്കുക. നെക്സ്റ്റ്, അഡ്ഹറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്. എന്താണ് ഹാൻഡ് ഹൈജീൻ അല്ലേ? കഴിഞ്ഞ ദിവസം അത് പഠിച്ചതാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. നല്ല രീതിയിൽ പ്രോപ്പർ രീതിയിലുള്ള ഹാൻഡ് ഹൈജീൻസ്, കൈകള് വൃത്തിയാക്കുന്നതെങ്കിൽ അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും രേഖകൾ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്. ICUലും വാർഡുകളിലും പേഷ്യൻസിന്റെയും നഴ്സിന്റെയും റേഷ്യോയില് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം. എന്താണ് ICUല് എങ്ങനെയാണ് 1:1 or 1:2 അല്ലെ. അപ്പൊ അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ എന്താണ് പേഷ്യൻസിന്റെ അനുപാതത്തിന് അനുസൃതമായി നഴ്സുമാരില്ലാതിരിക്കുക, നഴ്സുമാരെ കുറവ് വരിക, അങ്ങനെ എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക.
അതൊക്കെയാണ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കാര്യങ്ങള്. കീ ഇൻഡിക്കേറ്റേഴ്സ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എത്രയാണ്? ക്ലിയർ ആയോ ഇതെല്ലാം? നെക്സ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ, ICNS, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് കേട്ടാ, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. നെക്സ്റ്റ് അതിൽ എന്തൊക്കെയാണ്? IPD, ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോസർ. എന്താണ്? ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സിലോ എക്സ്പോസർ സംഭവിക്കുക, എന്താണ്? സമ്പർക്കം സംഭവിക്കുക അല്ലെ. നമ്മൾ HIV എന്നൊക്കെ പറഞ്ഞല്ലേ, ബോഡി ഫ്ലൂയിഡ് കൊണ്ടോ അല്ലെ, ബ്ലഡ് കൊണ്ടോ കണ്ടാമിനേറ്റഡ് ആയ രീതിയിൽ എന്താണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുക അല്ലെ. അപ്പൊ IPD-യില് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഇങ്ങനെ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് സമ്പർക്കം സംഭവിച്ച് എക്സ്പോസർ സംഭവിച്ച് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ IPD ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാ. നെക്സ്റ്റ് OPD-യിൽ അതേപോലെ എന്താണ്? ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോസർ. എന്താണ്? ബ്ലഡ് കൊണ്ടോ ബോഡി ഫ്ലൂയിഡ് കൊണ്ടോ സമ്പർക്കം വന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് OPD-യിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഇൻസിഡൻസുകൾ സംഭവങ്ങള് റിപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് IPD-യിൽ ഇൻസിഡൻസ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെ, എന്താണ്? നീഡിൽ കൊണ്ട് എന്തെങ്കിലും മുറിവുകൾ സംഭവിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ രേഖപ്പെടുത്തും. ചിലപ്പോ എന്താണ്? നമുക്ക് ട്രിപ്പ് ഇടുന്നതിനോ അതല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിനോ അല്ലെ, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് എടുക്കുന്നതിന് വേണ്ടി നീഡിൽ കയറ്റും. എന്തെങ്കിലും ചിലപ്പോ ഇവരെ കൈ തട്ടിങ്ങാണ്ട് എന്ത് ചെയ്യാം, മുറിവ് പറ്റാതെ നമ്മുടെ ശരീരത്തില് മുറിവ് പറ്റിക്കൂടെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് സ്റ്റിക്ക് ഇഞ്ചുറീസ് നീഡിൽ കൊണ്ട് എന്താണ് എന്തെങ്കിലും മുറിവ് പറ്റിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ് OPD-യിൽ അതേപോലെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ് ഇൻസിഡൻസ് ഓഫ് ഫോൾസ്. ഇൻസിഡൻസ് ഓഫ് ഫോൾസ് എന്ന് പറഞ്ഞാല് വീഴുക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കില്ലേ? തെന്നി വീഴ അല്ലെ, അതല്ലെങ്കിൽ എന്തെങ്കിലും തട്ടി വീഴ, അതല്ലേ അങ്ങനെ അല്ലെങ്കിൽ ബാത്റൂമിൽ വീഴ, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഓഫ് ഫോൾസ് എന്താണ്? വീഴ്ചകൾ ആഘാതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഹെൽത്ത് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. എന്താണ്? അഡ്മിറ്റ് ആക്കിയതിന് ശേഷം ഏതെങ്കിലും പേഷ്യൻസിന് അൾസേഴ്സ് എന്താണ്? ബെഡ് സോർ അല്ലെ, കിടന്നിട്ട് എന്ത് ചെയ്യാം, അവരെ ശരീരത്തില് എന്തെങ്കിലും എന്ത് ചെയ്യും, കുറച്ചു ദിവസം കിടന്നു കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരാം അല്ലെ, ഇൻഫെക്ഷൻസ് വരാം, പൊട്ടാ പൊട്ടലേ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് എന്താണ്? അൾസേഴ്സ്, അങ്ങനെ എന്തെങ്കിലും ബെഡ് സോറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇൻസിഡന്റ് ബെഡ് സോർ പെർ 1000 പേഷ്യൻസ് ഡേ. എന്താണ്? 1000 പേഷ്യൻസ് ഡേ എന്ന് വെച്ചാൽ 1000 ദിവസം കൊണ്ട് എത്ര പേർക്ക് അങ്ങനെ ബെഡ് സോർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയോ? അപ്പൊ അവർ കാൽക്കുലേറ്റ് ചെയ്യുക 1000 ദിവസത്തെ. അപ്പൊ 1000 ദിവസം അവിടെ എത്ര പേര് അഡ്മിറ്റ് ആക്കി, അതിൽ എത്ര പേർക്ക് എന്താണ് ബെഡ് സോർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇതിന്റെ റേഷ്യോ കാണുന്നതൊക്കെ നിങ്ങൾക്ക് ക്വാളിറ്റി അതിൽ പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് ബെഡ് സോർ മനസ്സിലായോ? 1000 പേഷ്യന്റ് 1000 ദിവസം എത്ര പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ആക്കി, അതിൽ എത്ര പേഷ്യൻസിനെ ബെഡ് സോർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അതിനൊരു ഇക്വേഷൻ ഉണ്ട് ശരിക്കും കാണാൻ. എന്താണ്? നമ്പർ ഓഫ് ബെഡ് സോർ പേഷ്യൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻടു 1000 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഒക്കെ പഠിക്കാനുണ്ട് കേട്ടാ. ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കുക. കാത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. എന്താണ്? കാത്തീറ്ററുമായി ബന്ധപ്പെട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെ? മിസ് പറഞ്ഞ എന്താണ്? ചിലപ്പോ ആ സമയം ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കാത്തീറ്റേഴ്സിന്റെ ട്യൂബ് മാറ്റി കൊടുക്കണം അല്ലെ, വേണ്ടേ? ട്യൂബ് മാറ്റി കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല ഈ കത്തീറ്റർ ട്യൂബ് ഘടിപ്പിക്കുക അല്ലെ. അപ്പൊ നമ്മളൊക്കെ എന്ത് പറ്റും? ഇൻഫെക്ഷൻ വരാം അല്ലെ പേഷ്യൻസിന്.
യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാം. അപ്പൊ ടീച്ചർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ടീച്ചറുമായി ബന്ധപ്പെട്ട് എത്ര യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ്, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം, കിടത്തിയതിനു ശേഷം എത്ര ന്യൂമോണിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അതിന്റെ റേറ്റ്. ഇത് നോക്കിയേ, ഇതിലെല്ലാം ഇങ്ങനെയാണ് പറയുന്നത്, പെർസെന്റേജ്, റേറ്റ്, അങ്ങനെയല്ലേ പറയുന്നത് അല്ലെ? അതാണ് ആദ്യം നമ്മൾ പറഞ്ഞു. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ഫങ്ഷൻസിനെ, പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിൽ അല്ലെ അളക്കുന്നതിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? നെക്സ്റ്റ്, വെന്റിലേറ്റർ നെക്സ്റ്റ്, സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. എന്താണ്? നമ്മുടെ രക്തപ്രവാഹത്തിലേക്ക് എന്തെങ്കിലും എന്താണ് രക്തപ്രവാഹത്തിലേക്ക് നമുക്ക് എങ്ങനെയാണ് ഇഞ്ചക്ഷൻ തരാം അല്ലെ? നേരിട്ട് വെയിനിലേക്ക് ഇഞ്ചക്ഷൻ തരില്ലേ നമുക്ക്? അതല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കൂല്ലേ? അല്ലെങ്കിൽ ട്രിപ്പ് ഇടൂല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോ നമുക്ക് എന്താണ് ഇൻഫെക്ഷൻസ് വരാം. എന്താണ്? ഒരാളെ യൂസ് ചെയ്ത സിറിഞ്ചുകൾ യൂസ് ചെയ്യുക അല്ലെ? അല്ലെങ്കിൽ ഹൈജീനിക് അല്ലാത്ത രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ രക്തപ്രവാഹത്തിലേക്ക് ഇൻഫെക്ഷൻസ് വരാം അല്ലെ? അല്ലെങ്കിൽ എന്താണ്? ബ്ലഡ് തരാം അല്ലെ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കാം. അപ്പോൾ എന്താണ്? കറക്റ്റ് ഡോണർ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യണ്ടേ? ഡോണറുടെ ബ്ലഡ് എന്ത് ചെയ്യണം? പരിശോധിക്കണം അല്ലെ? വെറുതെ തരാൻ പറ്റോ? ഓരോരുത്തരെയും എല്ലാവരെയും ആ രണ്ട് ഡോണറുടെയും റെസിപ്പന്റെയും ബ്ലഡ് ഒരേപോലെയാണ്, ഓ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഡ് കയറ്റാൻ പറ്റോ? ഇല്ല അല്ലെ? എന്താ ചെയ്യാ? ബ്ലഡ് പരിശോധിച്ച് അതെന്താണ്, അവൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അല്ലെ, ഇൻഫെക്ഷൻസ് ഒന്നുമില്ല, അതൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും അല്ലെ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റാം. അപ്പൊ അങ്ങനെ ചെക്ക് ഒന്നും ചെയ്യാണ്ട് കയറ്റാൻ ചിലപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് വരാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് എത്രയാണ്? നെക്സ്റ്റ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. എന്താണ്? എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ട് അവിടെ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള റേറ്റ്, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, ICU or emergency. അതിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ or ICU emergency സെക്ഷനില് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, നഴ്സിംഗ് ആയിരിക്കും ഈ ICU എമർജൻസിയിലെയും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പരിശോധിക്കും. ഗുണനിലവാരമുണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് പരിശോധിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ? എന്തൊക്കെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് ആവശ്യമുള്ളത്? ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യൻസ് അല്ലെ? എമർജൻസി പേഷ്യൻസിന്റെ ഇനീഷ്യൽ ഇവാലുവേഷൻ നടത്താം ഇല്ലേ? എമർജൻസി ചെന്നാലും എമർജൻസി സിറ്റുവേഷനിൽ ഒരു പേഷ്യൻസിനെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാലും ഒരു ഇനീഷ്യൽ അസസ്മെന്റ് നടത്താറില്ല അവര്? പ്രാഥമികമായി വിലയിരുത്തും അല്ലേ? ഇല്ലേ? അപ്പൊ ആ ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി എത്ര ടൈം എടുത്തു? നെക്സ്റ്റ്, റിട്ടേൺ ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours with a similar presenting complaints. കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ നമ്മൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സില്? ഇപ്പൊ ഒരു പേഷ്യൻസിനെ അബ്ഡോമിനൽ പെയിൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ ആയിട്ട് കൊണ്ടുവരാണ്, എന്നിട്ട് അവർക്കുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവര് നോർമൽ ആക്കിയതിനു ശേഷം അവരെ പറഞ്ഞേക്കാം. എന്നിട്ട് എന്താ, ഒരു 72 മണിക്കൂർ 3 ദിവസം ആവുമ്പോഴേക്കും അവരെന്താണ് വീണ്ടും അവരെ സെയിം ബുദ്ധിമുട്ട് സെയിം ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് അവരെ വീണ്ടും കൊണ്ടുവരിക. അങ്ങനെയുള്ള എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കേസുകൾ വന്നിട്ടുണ്ടോ? അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ്, റീഇൻറ്റുബേഷൻ റേറ്റ്. Re-intubation was defined as intubation after extubation of patients who have been initially tracheal intubated under general anesthesia or combined general and regional anesthesia. എന്താണ് ജനറൽ അനസ്തേഷ്യ അല്ലെങ്കിൽ ശ്വാസനാളം വഴി ബുദ്ധിമുട്ട്, ഒരു രോഗിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? റെസ്പിറേഷൻ കൊടുക്കും അല്ലെ?
എയർവേ വഴി, അതല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ശ്വസിക്കാൻ നമ്മൾ ഇത് കൊടുക്കാറില്ലേ? അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോ ശ്വസിക്കാൻ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെച്ച് കൊടുക്കാറില്ലേ അവർക്ക്? അങ്ങനെ അത് കൊടുത്തതിന് ശേഷം എന്താണ്, അവർ ഓക്കെ ആയി, നോർമൽ ആയി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും, അത് മാറ്റൂ അല്ലെ? അപ്പൊ വെന്റിലേറ്ററിൽ കിടക്കും. അപ്പൊ വെന്റിലേറ്ററിൽ കിടത്തി കഴിഞ്ഞാൽ ആളൊന്ന് ഓക്കെ ആയി കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റും. മാറ്റി കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ബുദ്ധിമുട്ട് വരാണ്, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് വരാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും റീഇൻറ്റുബേഷൻ റേറ്റുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ക്ലിയർ ആയോ? എന്താണ്, ഒരു പേഷ്യൻസിന് ശ്വസനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ്, അവർക്ക് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, അവരെ നമ്മൾ വെന്റിലേഷൻ സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരെ വെന്റിലേറ്ററിലേക്കൊക്കെ മാറ്റും അല്ലെ? അല്ലെങ്കിൽ അവർക്ക് ഓക്സിജൻ ഒക്കെ വെച്ചു കൊടുക്കും. അങ്ങനെ വെച്ചു കൊടുത്തിട്ട് അവർ ഓക്കെ ആയി, നോർമൽ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അത് റിമൂവ് ചെയ്യും ഇല്ലേ? റിമൂവ് ചെയ്യേ? അങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം അവർക്ക് വീണ്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അതിനെയാണ് റീഇൻറ്റുബേഷൻ റേറ്റ്. അങ്ങനെ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ്, ഫോർത്ത്, ഓപ്പറേഷൻ തിയേറ്റർ ഓർ അനസ്തേഷ്യ. ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? അതാരാണ് ചെക്ക് ചെയ്യുന്നത്? നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ഓഫ് OT. ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സിംഗ് ആണ് അത് മെയിൻ ആയിട്ടുള്ള അല്ലെ, ഹെഡ് ഉണ്ടാവും, ആളാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ്? പെർസെന്റേജ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. എന്താണ് പെർസെന്റേജ് മോഡിഫിക്കേഷൻ? അനസ്തേഷ്യ പ്ലാനിൽ എത്ര പേർക്ക് മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്? നിങ്ങൾ പഠിച്ചതാണല്ലേ, ആ ചാപ്റ്റർ പഠിച്ചാണോ? അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചില്ലേ? അനസ്തേഷ്യ പഠിച്ചോ? എത്ര ടൈപ്പ് അനസ്തേഷ്യ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ? ജനറലോ റീജിയണല്, ജനറൽ അല്ലെ? റീജിയണല്, ജനറൽ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം, ചിലപ്പോ അതില് മാറ്റ സമയം ഇപ്പൊ അവര് പറയാണ് ജനറൽ അനസ്തേഷ്യ. എന്താണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ? എന്താണ്, ബോഡി മൊത്തം പാരലൈസ് ചെയ്തല്ലേ, അങ്ങനെയല്ലേ? റീജിയണൽ എന്ന് പറഞ്ഞാല് സ്പെസിഫിക് ആയിട്ടുള്ള ആ സെക്ഷൻ മാത്രം അല്ലേ? അപ്പൊ അതില് ഇപ്പൊ എന്താണ്, രോഗിയെ സർജറിക്ക് കയറ്റി കഴിഞ്ഞിട്ട് അനസ്തേഷ്യ കൊടുത്തിട്ട് അവർക്ക് എന്താണ്, അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം. ഇപ്പൊ ചിലപ്പോ പറയാണ് ഇപ്പൊ റീജിയണൽ ആണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അതിൽ മാറ്റം സംഭവിക്കുക. എന്താണ്, റീജിയണൽ കൊടുത്താല് ഓക്കെ ആവില്ല, ജനറൽ കൊടുക്കേണ്ടി വരും അല്ലെ? ചിലപ്പോ ആ പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചായിരിക്കാം, അല്ലെങ്കിൽ സർജറിയുടെ ദൈർഘ്യം അനുസരിച്ചായിരിക്കാം അല്ലെ? അപ്പൊ എന്താണ്, ഈ അനസ്തേഷ്യയില് എന്തെങ്കിലും മോഡിഫിക്കേഷൻ സംഭവിക്കുന്നത്. അതെത്ര പെർസെന്റേജ് വന്നിട്ടുണ്ട്? ക്ലിയർ ആയോ? മോഡിഫിക്കേഷൻ. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. എന്താണ് പെർസെന്റേജ്? അൺപ്ലാനഡ് വെന്റിലേഷൻ കൊടുക്കേണ്ടി വരാം അല്ലെ അനസ്തേഷ്യക്ക് ശേഷം. എന്താണ് ആ പേഷ്യൻസിന് എന്താണ് അൺപ്ലാൻ ആയിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർക്ക് വെന്റിലേഷൻ കൊടുക്കേണ്ടി വരാം. ചിലപ്പോൾ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാം അല്ലെ? ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച്, ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച്. അപ്പൊ അവർക്ക് എന്താണ്, അവരാദ്യം പ്രതീക്ഷിക്കില്ല എന്താണ് അനസ്തേഷ്യക്ക് ശേഷം പേഷ്യന്റിന് വെന്റിലേഷൻ കൊടുക്കേണ്ടി വരുന്ന സർജറി ചെയ്യുന്ന ടീം വിചാരിച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്ന് അവരെ സ്ഥിതിയിൽ മോശം വന്നിട്ട് എന്താണ് വെന്റിലേഷൻ കൊടുക്കേണ്ടി വരിക. അൺപ്ലാൻ കോമ സ്റ്റേജ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ശ്വാസം കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ചിലപ്പോ അവര് ആ പേഷ്യൻസിന്റെ BP കൂടാ അല്ലെ? ടെൻഷനായിട്ട്, സർജറിയുടെ ടെൻഷനിൽ, അല്ലെങ്കിൽ അവരെ കണ്ട ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച്. അപ്പൊ അങ്ങനെ എന്താണ് അൺപ്ലാനഡ് ആയിട്ട് വെന്റിലേഷൻ ആവശ്യമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്. എന്താണ് അൺഫേവറബിൾ ആയിട്ടുള്ള അനസ്തേഷ്യ കൊടുത്തിട്ട് ചിലപ്പോ എന്താണ് ചില പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാറില്ലേ?
സൈഡ് എഫക്റ്റുകൾ വരില്ലേ ചിലർക്ക്. ചിലപ്പോ എന്താണ് കറക്റ്റ് ഡോസിൽ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഡോസ് കൂടി പോകുക അല്ലെ, അല്ലെങ്കിൽ ആ പേഷ്യൻസിന് വിചാരിച്ച എത്ര എഫക്ട് ചെയ്യാതിരിക്കുക അല്ലെ. അപ്പൊ അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം, അനസ്തീഷ്യ കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ വരിക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇവന്റ്സുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അൺകോൺഷ്യസ് ആയി പോവുക, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്. നെക്സ്റ്റ് അപസ്മാരം വരാം. ഓക്കെ, നെക്സ്റ്റ് അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് ചിലപ്പോ അനസ്തേഷ്യ കൂടിപ്പോയാൽ എന്താണ് അവർക്ക് മരണം സംഭവിക്കുക അല്ലെ. ഡോസില് ഒരുപാട് അളവിൽ കൊടുത്തു കഴിഞ്ഞാല് അനസ്തേഷ്യ എങ്ങനെയാണ് കൊടുക്കുക, അനസ്തേഷ്യ റേറ്റ് എങ്ങനെയാണ് അല്ലെ, അവരുടെ ബോഡിയുടെ വെയിറ്റുമായി കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ലേ ആ മരുന്നിന്റെ ഡോസ് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പൊ അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ട് ചിലപ്പോ ഡോസ് എടുത്തത് കൂടി പോവാ അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ട് മരണം സംഭവിക്കുക, അങ്ങനെയുള്ള എത്ര പെർസെന്റേജ്, എത്ര സംഭവങ്ങള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. സർജറി റീഷെഡ്യൂൾ ചെയ്യാം അല്ലെ. ഇപ്പൊ എന്താണ് അടുത്ത മാസം ഈ മാസം 25-ാം തീയതി ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ദിവസം വരുമ്പോ എന്താണ് ഡോക്ടർ മഞ്ജു പറഞ്ഞില്ല, സോറി, പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT. എന്താണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, എന്താണ് അൺപ്ലാൻ ചെയ്യാണ്ട് വരിക, സോറി ഓപ്പറേഷൻ ചെയ്യാണ്. ഇപ്പൊ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോ അവർക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാണ്, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബ്ലീഡിങ് വരാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് വീണ്ടും സർജറി ചെയ്യാന് അല്ലെങ്കിൽ വീണ്ടും വല്ല ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി തിരിച്ചു വരിക, റിട്ടേൺ ചെയ്യുക, അൺപ്ലാൻ ആയിട്ട് റിട്ടേൺ ചെയ്യുക. ക്ലിയർ ആയോ? ഓപ്പറേഷൻ തിയേറ്ററിൽ, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലപ്പോ അവർക്ക് ബ്ലീഡിങ് വരാം, സർജറി കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് എന്താണ് ബ്ലീഡിങ് വരാം, അതല്ലെങ്കിൽ അവർക്ക് പെയിൻ വരാം അല്ലെ, അല്ലെങ്കിൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് അവര് റിട്ടേൺ ചെയ്യാ, തിരിച്ചു വരിക, ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരിക. ക്ലിയർ ആയോ? അത് ഡെലിവറി കേസ് ആവാം, സർജറി കഴിഞ്ഞ ചിലപ്പോ എന്താണ് സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മ ന്യൂസിലൊക്കെ കാണാറുണ്ട്, എന്താണ് വല്ല കോട്ടൺ മറന്നു വെക്കുക അല്ലെ, സിസർ മറന്നു വെക്കുക അല്ലെ. അപ്പൊ അതെന്താണ് അവർക്ക് അത് പിന്നെ ബുദ്ധിമുട്ടാവും, അവർ വീണ്ടും വരും അല്ലെ. സർജറി കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക അല്ലെ, മുഴുവനായി നല്ല രീതിയിൽ ചെയ്യാതിരിക്കുമ്പോൾ എന്താണ് അവർ തിരിച്ചു വീണ്ടും വരേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും റിട്ടേണുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെത്ര പെർസെന്റേജ് ഉണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. എന്താണ് സർജറിക്ക് ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ആ സമയത്ത് അവർ വരുമ്പോ ആ പേഷ്യൻസിനോട് പറയാൻ എന്താണ് ഡോക്ടർ ഇല്ല, അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന ഡോക്ടറിന് ലീവാണ്, അല്ലെങ്കിൽ അനസ്തേഷ്യ ഡോക്ടർ ഇല്ല, പിന്നെ ഒരു ദിവസം വരാനൊക്കെ പറഞ്ഞ് റീഷെഡ്യൂൾ ചെയ്യുക. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് കേസസ് റിലേറ്റഡ് ഓർഗനൈസേഷൻ പ്രൊസീജിയർ ടു അവോയ്ഡ് ഹോസ്റ്റൈൽ ഇവന്റ്സ് ലൈക്ക് റോങ് സൈറ്റ്, wrong site, wrong patient and wrong surgery has been occurred to. എന്താണ് കഴിഞ്ഞ നമ്മ പറഞ്ഞ എന്താണ് അവോയ്ഡ്, അവോയ്ഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, എന്താണ് ഹോസ്റ്റൈൽ ശത്രു എന്ന് വെച്ചാല് നമ്മ സർജറിക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ ഹോസ്പിറ്റലിൽ എന്തെടുക്കാണ് റോങ് സൈറ്റിൽ അല്ലെ. നമുക്ക് വയറിന് സർജറി ചെയ്യേണ്ടടുത്ത് സ്ഥലത്ത് സർജറി, റോങ് സൈറ്റിൽ വേറെ സ്ഥലത്ത് ചെയ്യുക. റോങ് പേഷ്യന്റിൽ അല്ലെ, ചിലപ്പോ പേഷ്യൻസിന്റെ നെയിം ഒന്ന് തന്നെയാവാം, പക്ഷെ എന്താണ് പേഷ്യന്റ് മാറിപ്പോവുക. ആൻഡ് റോങ് സർജറി, വേറെ സർജറി ചെയ്യുക, എന്താണ് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ചെയ്യേണ്ട സ്ഥലത്ത് വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുക. അങ്ങനെ റോങ് സർജറി നടത്തുന്ന കേസുകൾ, സംഭവങ്ങൾ എത്ര എണ്ണം ഉണ്ട്, അതിന്റെ പെർസെന്റേജ് സംഭവിക്കാലോ. അങ്ങനെ നമ്മൾ റിപ്പോർട്ടുകൾ ന്യൂസിലൊക്കെ കാണുന്നതാണ് അല്ലെ, സർജറി മാറിപ്പോയി അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എത്ര പെർസെന്റേജ് ഉണ്ട് ആ ഹോസ്പിറ്റലില്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ്ഡ് സൂട്ടബിൾ പ്രൊഫിലാക്റ്റിക് ആന്റിബയോട്ടിക്സ് വിത്തിൻ ദ സ്പെസിഫിക് ടൈം ഫ്രെയിം. ടൈം ഫ്രെയിം എന്താണ് ഓരോ ആന്റിബയോട്ടിക്സിന് എങ്ങനെയുണ്ട് ടൈം ഫ്രെയിം ഉണ്ട് അല്ലേ. ഇപ്പൊ 3 ദിവസം 5 ദിവസം 7 ദിവസം അങ്ങനെയല്ലേ കൊടുക്കുന്നത് ആന്റിബയോട്ടിക്സ്.
പ്രൊഫിലാക്റ്റിക് എന്ന് പറഞ്ഞാല് രോഗപ്രതിരോധ ആന്റിബയോട്ടിക്സുകൾ എന്താണ് ശരിക്കും കറക്റ്റ് ടൈം ഫ്രെയിമിനുള്ളിൽ കൊടുക്കുന്നുണ്ടോ, കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പേഷ്യൻസിന് എഫക്റ്റീവ് ആവുന്നുണ്ടോ, അവരെ അസുഖം മാറുന്നുണ്ടോ, അങ്ങനെയുള്ള എത്ര പെർസെന്റേജ് ഉണ്ട്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് ദ പ്ലാന്റഡ് സർജറി ഈസ് ആൾട്ടേർഡ് ഇൻട്രാ ഓപ്പറേറ്റീവ്ലി. എന്താണ് വെച്ചാല് നമുക്ക് പ്ലാൻ ചെയ്ത സർജറീസ് എന്ത് ചെയ്യാം, മാറ്റാം. ചില സമയത്ത് സർജറിക്ക് കയറ്റാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ സർജറിയുടെ സമയത്ത് എന്ത് ചെയ്യാം, മാറ്റിവെക്കാം. എന്തെങ്കിലും കാരണം കൊണ്ട് മാറ്റിവെക്കുക. അങ്ങനെ എത്ര കേസുകൾ ഉണ്ട്. നെക്സ്റ്റ്, റീ എക്സ്പ്ലോറേഷൻ റേറ്റ്, സൂക്ഷ്മ പരിശോധന നടത്തുക. വീണ്ടും റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്താണ്, ചിലപ്പോ ഒരു സർജറി കഴിഞ്ഞിട്ട് അവര് വിട്ടേക്കും അല്ലെ. സർജറി കഴിഞ്ഞ് അവര് കുറച്ച് 2-3 ദിവസം അവർ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം അവർ വിടാറില്ലേ, തിരിച്ചു വിടും അല്ലെ, വീട്ടിലേക്ക് പറഞ്ഞേക്കും. എന്നിട്ട് പോയതിനു ശേഷം ചിലപ്പോ അവർക്ക് എന്താണ് ബ്ലീഡിങ് വരിക അല്ലെ, സർജറി കഴിഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും ബ്ലീഡിങ് വരിക, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് അവരെ വീണ്ടും സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി റീ എക്സ്പ്ലോറേഷന് വേണ്ടി കൊണ്ടുവരിക. അങ്ങനെ എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ കാർഡിയാക് സർജറി ചെയ്യാണ് അല്ലെങ്കിൽ അബ്ഡോമിൻ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പേഷ്യൻസിന് ഭയങ്കര പെയിൻ അനുഭവപ്പെടുക, അതല്ലെങ്കിൽ സർജറി ചെയ്ത സ്ഥലത്ത് നിന്ന് ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോ എന്ത് ചെയ്യും, ഡോക്ടർ ചെക്ക് ചെയ്യില്ലേ, ചെയ്യോ ഇല്ലേ? റീ എക്സ്പ്ലോറേഷൻ നടത്തല്ലേ, വീണ്ടും പരിശോധിക്കും. അങ്ങനെ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, OT യൂട്ടിലൈസേഷൻ റേറ്റ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എത്ര മാത്രം കാര്യക്ഷമമായി ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്, യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റേറ്റ് ക്ലിയർ ആയോ? അത് OT യൂട്ടിലൈസേഷൻ റേറ്റ് എന്താണ്, അത് നമ്മൾ എന്ത് ചെയ്യണം, OT ഓപ്പറേഷൻ തിയേറ്റർ നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം അല്ലെ. അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും, അവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെ, സൗകര്യങ്ങള് എല്ലാം കറക്റ്റ് രീതിയിൽ അവർ എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ. ക്ലിയർ ആയോ? ഇത് നാലാമത്തെ. നെക്സ്റ്റ്, അഞ്ചാമത്തെ വരുന്നത് ലാബ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് അവിടുത്തെ കാര്യങ്ങൾ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കറക്റ്റ് രീതിയിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് 1000 ഇൻവെസ്റ്റിഗേഷൻ, 1000 അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അതിലെ എത്ര എറർ, തെറ്റ് സംഭവിച്ചിട്ടുണ്ട് പറയാനോ? ചിലപ്പോ ടെസ്റ്റ് മാറിപ്പോവാ അല്ലെ, ചിലപ്പോ എന്താണ് ടെസ്റ്റ് മാറിപ്പോവാലോ, പേഷ്യൻസിന്റെ സാമ്പിള് മാറിപ്പോവാ അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും 1000 ഇൻവെസ്റ്റിഗേഷൻ, 1000 ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ എത്ര നമ്പർ ഓഫ് എറർ, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ്, റേറ്റ് ഓഫ് റീഡസ് എന്താണ്, വീണ്ടും ചെയ്യാം അല്ലെ. ഒരു ടെസ്റ്റ് ചെയ്ത് അവർക്ക് കറക്റ്റ് രീതിയിൽ എക്സാക്ട് റിസൾട്ട് അല്ല കിട്ടിയെങ്കിൽ എന്ത് വെച്ചോ, വീണ്ടും ചെയ്യേണ്ടി വരുമല്ലോ അവർ ആ ടെസ്റ്റ്. അപ്പൊ ഇങ്ങനെ എത്ര റീഡേഴ്സ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്, ക്ലിനിക്കൽ ഡയഗ്നോസിസുമായി ബന്ധപ്പെടുത്തി എത്ര ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്ത് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് രീതിയിൽ. ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്ര ലബോറട്ടറി ടെസ്റ്റുകൾ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് അഡറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. എന്താണ്, എംപ്ലോയീസ് കറക്റ്റ് രീതിയിൽ എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് ധരിച്ചിട്ടുണ്ട്? നമ്മൾ പറഞ്ഞു അല്ലെ, PPE, ഗ്ലൗസുകള്, മാസ്കുകള് അല്ലെ, ലാബുകളെ പല രീതിയിലുള്ള കെമിക്കൽസ് അല്ലെ,
ഗ്യാസുകൾ അല്ലെ, ലിക്വിഡ്സുകൾ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ് അവിടെ പ്രവർത്തിക്കുന്നവർ എന്ത് ചെയ്യണം? റേഡിയേഷൻ സംഭവിക്കാം അല്ലെ. അവരെന്താ കറക്റ്റ് രീതിയിൽ PPE കിറ്റുകൾ ധരിക്കണം. അപ്പൊ അവരെന്താണ് സേഫ്റ്റി പ്രിക്കോഷൻസ് സ്വീകരിച്ചിട്ടുണ്ടോ? എന്താണ് കെമിക്കൽസിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആപ്രോൺസ് അല്ലെ, ഗൗൺസുകൾ ധരിക്കണം. വേണ്ടേ? ലബോറട്ടറിയിൽ പഠിച്ചതാണ്, ഓർമ്മയില്ല? കെമിക്കൽസിനെ റെസിസ്റ്റ് ചെയ്യുന്ന, പ്രതിരോധിക്കുന്ന ആപ്രോൺസ് ധരിക്കണം, മാസ്കുകൾ ധരിക്കണം അല്ലെ, ഫേസ് ഷീൽഡ് ധരിക്കണം, ഗ്ലൗസുകൾ ധരിക്കണം. അപ്പൊ എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് ഉപയോഗിക്കുന്നുണ്ട്? അങ്ങനെയുള്ള അതിന്റെ പെർസെന്റേജ് നോക്കുക. ക്ലിയർ ആയോ? ഫാർമസിയും കൂടി എടുത്തിട്ട് മിസ് ഒരു ബ്രേക്ക് തരാം കേട്ടോ. നെക്സ്റ്റ് ഫാർമസിയിലെ പ്രിസ്ക്രിപ്ഷൻ എറർ. എന്താണ്? പ്രിസ്ക്രിപ്ഷനിൽ തെറ്റുകൾ സംഭവിക്കുക അല്ലെ. എത്ര തെറ്റുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? എന്താണ്? ഡോക്ടർ എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷനുകൾ അല്ലേ, ചിലപ്പോ എന്താണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് മാറിപ്പോവുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രിസ്ക്രിപ്ഷൻ എറേഴ്സ്, പ്രിസ്ക്രിപ്ഷനിൽ തെറ്റ് എത്ര സംഭവിച്ചിട്ടുണ്ട്? നെക്സ്റ്റ് ഡിസ്പെൻസിംഗ് എറർ. എന്താണ്? വിതരണം ചെയ്യുമ്പോ തെറ്റ് സംഭവിക്കാലോ. എന്താണ്? ചിലപ്പോ അവരെടുക്കുന്ന മരുന്നുകൾ മാറിപ്പോവാ അല്ലെ, ചിലപ്പോ ഡോസേജിലൊക്കെ മാറിപ്പോവാലോ. ഇപ്പൊ 500 എടുക്കേണ്ടോടത്ത് എന്താണ് 650 എടുക്കാം, അല്ലെങ്കിൽ 40 എടുക്കേണ്ടോടത്ത് 20 എടുക്കാം അല്ലെ. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഡിസ്പെൻസിംഗ് എറർ സംഭവിച്ചിട്ടുണ്ടോ? പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ റിയാക്ഷൻ. എന്താണ് ഹോസ്റ്റൈൽ റിയാക്ഷന് അല്ലെ, എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ എന്താണ് റിയാക്ഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ അലർജീസ് ഉണ്ടാവുക അല്ലെ. അത് എത്ര പെർസെന്റേജ് വന്നിട്ടുണ്ട്? അങ്ങനെയുള്ള സംഭവങ്ങള്. ADR എന്ന് പറഞ്ഞാല് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ADR എന്ന് പറഞ്ഞാല് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. 100 ഡിസ്ചാർജസ്, എന്താണ് 100 പേരെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിൽ എത്ര അഡ്വേഴ്സ് റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്? ആ ഡിസ്ചാർജിന് ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ലാമ അല്ലെ, ലീവിംഗ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. പഠിച്ചിട്ടില്ലേ ലാമ ദാമയൊക്കെ? അവര് ഡിസ്ചാർജ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അവര് പറയാ, ആ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലാതെ ഇവര് ഹോസ്പിറ്റലിന് പോകുന്നത് അല്ലെ, ഡിസ്ചാർജ് വാങ്ങിപ്പോ അങ്ങനെ കേസുകൾ ഉൾപ്പെടുത്താം. അബ്സ്കൻഡ് എന്ന് വെച്ചാല് ഒളിച്ചോടുക, എന്താണ് പറയാണ്ട് പോവുക, ഡോക്ടറോട് പറയാണ്ടൊക്കെ എന്താണ് അവിടുന്ന് അവര് പോവുക. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഡെത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ 100 പേരിൽ ഇതെല്ലാം ഉൾപ്പെടുത്താം. ക്ലിയർ ആയോ? പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്ചാർജ് അല്ലാണ്ട് എന്താണ് ലീവിംഗ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഉൾപ്പെടുത്താം, ഡിസ്ചാർജ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എടുക്കാം, പിന്നെ അബ്സ്കൻഡ് എടുക്കാം, പിന്നെ ഡെത്തുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർജ് വിത്ത് എറർ പ്രോൺ അബ്രിവേഷൻ. നമ്മൾ പറഞ്ഞു അബ്രിവേഷൻ യൂസ് ചെയ്യാറുണ്ടല്ലോ മരുന്നുകൾക്ക്. എന്താണ് അവര് പെട്ടെന്ന് അവര് എഴുതാൻ വേണ്ടി കോഡിഫിക്കേഷൻ ചെയ്യും, കോഡ് ഉപയോഗിച്ച് എഴുതും. അപ്പൊ അബ്രിവേഷൻ എഴുതിയിട്ട് എത്ര എറർ സംഭവിച്ചിട്ട്, എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻ ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ട്രീറ്റ്മെന്റ്സ്. എന്താണ് ഹൈ റിസ്ക് ഉള്ള അല്ലെ, ഇല്ലേ? ഇപ്പൊ എന്താണ് ഇപ്പൊ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോ ഒന്നും ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിന് എന്ത് കൊടുക്കും? മരുന്നുകൾ കൊടുക്കും. കേട്ടിട്ടുണ്ടോ അത്? അവരെ ബോഡി വീക്ക് ആണെങ്കിൽ എന്താണ് അവർക്ക് മരുന്നുകൾ കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹൈ റിസ്ക് ഉള്ള മരുന്ന് കൊടുത്തിട്ട് എത്ര പേർക്ക് അഡ്വേഴ്സ് റിയാക്ഷൻ വികസിച്ചിട്ടുണ്ട്, വിരോധം, എന്താണ് ആ മരുന്നിനോട് അലർജീസോ അല്ലെങ്കിൽ എന്താണ് അലർജി അല്ലെങ്കിൽ എന്താണ് റിയാക്ഷൻ എത്ര പേർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സൈഡ് ഇഫക്റ്റുകള്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ഒബ്റ്റൈൻഡ് ബൈ ലോക്കൽ പർച്ചേസ്. എന്താണ് ലോക്കൽ പർച്ചേസിന്റെ എത്ര പെർസെന്റേജ് എന്താണ് അവർ വാങ്ങിയിട്ടുണ്ട് ഡ്രഗ്സുകള്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. പ്രാദേശികമായി എത്ര മരുന്നുകള് വാങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സുകൾ അല്ലെ. എമർജൻസി ഡ്രഗ്സുകൾ നമ്മൾ പറഞ്ഞു അല്ലെ, സ്റ്റോക്ക് ഔട്ട് ആയി പോകാൻ പാടുണ്ടോ? സ്റ്റോക്ക് തീർന്നു പോകാൻ പാടുണ്ടോ?
എമർജൻസി ഇല്ല അല്ലെ. എന്താണ് അത് ആ കറക്റ്റ് അളവിൽ എപ്പോഴും അത് നിലനിർത്തണം, കീപ്പ് ചെയ്യണം അല്ലെ. എപ്പോഴാണ് ആവശ്യം വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള എമർജൻസി ഡ്രഗ്സുകൾ സ്റ്റോക്ക് ഔട്ട് ആയി പോകുക. അതിന്റെ എത്ര പെർസെന്റേജ് നോക്കണം. പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾ റെഫ്യൂസ്ഡ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് GRN. GR എന്ന് പറഞ്ഞാല് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട്. ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാല് is a document. Goods receipt note is a document that confirms the delivery of goods from supplier to customer. എന്താണ് ഒരു സപ്ലയേഴ്സിൽ നിന്ന് എന്താണ് കസ്റ്റമേഴ്സ് നമ്മ ആ ഹോസ്പിറ്റല് ഇപ്പൊ ഫാർമസിയാണ്, അപ്പൊ സപ്ലയേഴ്സിൽ നിന്ന് ആ ഫാർമസിയില് വാങ്ങിക്കുന്ന ഡെലിവറി ചെയ്യുന്ന ഒരു സപ്ലൈ ചെയ്യുന്ന ഡ്രഗ്സുകളുടെ ഡോക്യുമെന്റിനെയാണ് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഈ എന്താണ് കൺസ്യൂമബിൾ റെഫ്യൂസ്ഡ്, ഇവര് റെഫ്യൂസ് ചെയ്യാതെ നിരസിച്ച മരുന്നുകൾ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റൽ ഫാർമസിയില്, വേണ്ടാന്ന് വെച്ച മരുന്നുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ എന്താണ് ഈ ഗുഡ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് അവർ എന്ത് ചെയ്യണം, അത് നോട്ട് ചെയ്യണം അല്ലെ. നോട്ട് ചെയ്ത് അങ്ങനെ എത്ര നോട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ്, എത്ര മരുന്നുകൾ അവർ നിരസിച്ചിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് വേരിയേഷൻ ഫ്രം ദി പ്രൊക്വയർമെന്റ് പ്രോസസ്. എന്താണ് ഇവര് പ്രൊക്വയർമെന്റ് എന്ന് പറഞ്ഞാല് സംഭരിച്ചു വെക്കുക അല്ലെ, ലഭ്യമാക്കുക ആണോ. ഫാർമസിയില് പ്രൊക്വയർ ചെയ്യുന്ന സംഭരിക്കുന്ന മെഡിസിനുകൾ ഉണ്ടല്ലോ, അതിൽ എത്ര വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്, തെറ്റ് സംഭവിക്കാം അല്ലെ. അവരെ സ്റ്റോക്ക് ലെഡ്ജർ ഇല്ലേ, സ്റ്റോക്ക് ലെഡ്ജർ അല്ലെ, അതിൽ എത്ര വേരിയേഷൻസ് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് അല്ലെ. സ്റ്റോക്കിൽ വ്യത്യാസം സംഭവിക്കാലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് നോക്കണം. ചിലപ്പോ നമ്മ പറഞ്ഞ പോലെ എന്താണ് ഫിൽപ്പറേജ് നടക്കുക അല്ലെ, മരുന്നുകൾ ഫിൽപ്പറേജ് നടന്നൂടെ, കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകളാ. അങ്ങനെ എന്തെങ്കിലും ഇതുകൊണ്ട് വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടോ, മോഷണം നടക്കാം. ഒരു 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുത്തോട്ടാ, എന്നിട്ട് മിസ് ബാക്കി എടുക്കാം.
എടുക്കാലോ? ഓക്കെ, നെക്സ്റ്റ് ഫ്രണ്ട് ഓഫീസ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്. ക്വാളിറ്റി ഫ്രണ്ട് ഓഫീസില് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് നോക്കേണ്ടത്. ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് എന്താണ് ഫ്രണ്ട് ഓഫീസിൽ അല്ലെ? ഫ്രണ്ട് ഓഫീസ് പഠിച്ചാലേ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു അല്ലെ? അപ്പൊ എന്താണ് പേഷ്യൻസിന്റെ ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് എത്ര പേർക്ക് അവർക്ക് എത്ര പേർക്ക് അല്ലെ അവിടെ നിന്ന് കിട്ടിയ പരിചരണത്തിൽ അവിടെ വെയിറ്റിംഗ് ചെയ്യേണ്ടതിലൊക്കെ എത്ര പേര് സാറ്റിസ്ഫൈഡ് ആണ്, തൃപ്തരാണ് എന്നുള്ള ഇൻഡെക്സ്. നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്സ്. ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റിന് വേണ്ടി അവർ എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? ഒരുപാട് നേരം എടുക്കാൻ പാടുണ്ടോ ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റിന് വേണ്ടി? നമുക്കാണെങ്കിൽ അങ്ങനെയാണ് അല്ലെ? ഒരുപാട് നേരം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി എത്ര ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് MRD എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ക്വാളിറ്റി മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി നമുക്ക് ഫസ്റ്റ് തന്നെ ഡിസ്ചാർജ് മിസ് എടുത്താലേ ഡിസ്ചാർജ് പ്രോസസ്. അപ്പൊ എന്താണ്? ഓരോ പേഷ്യൻസിന്റെയും എന്താണ് മെഡിക്കൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താണ് ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്തണം അല്ലെ മെഡിക്കൽ റെക്കോർഡില്. അപ്പൊ എത്ര പേര് മെഡിക്കൽ റെക്കോർഡ്സില് ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്താതിരുന്നിട്ടുണ്ട്? വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി എത്ര പേര് മെഡിക്കൽ റെക്കോർഡില് ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്താതിരുന്നിട്ടുണ്ട്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ICD കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡില് അവർക്കില്ലേ അവരുടെ അസുഖം എന്താണ്, അതിന്റെ സിംറ്റംസ് എന്താണ്, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്, അതിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നതിനാണ് ICD കോഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു പേഷ്യൻസിന്റെ റെക്കോർഡില് മെഡിക്കൽ റെക്കോർഡില് എഴുതൂല്ലേ? അവര് ഡയഗ്നോസിസ് ചെയ്തു അല്ലെ? രോഗനിർണയം നടത്തിയത് അവരുടെ സിംറ്റംസ് എന്താണ് ഇല്ലേ? അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എഴുതാറില്ലേ? അവർക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അല്ലെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനെ കുറിച്ചിട്ട് രേഖപ്പെടുത്തുന്നതാണ് ICD കോഡിംഗ്. ICD എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സിൽ ഏതൊക്കെ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സിൽ ഇതേപോലെയുള്ള ICD കോഡിംഗ് എഴുതാതിരുന്നിട്ടുണ്ട്, രേഖപ്പെടുത്താതിരുന്നിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ് അല്ലെ? സമ്മതം എന്താണ് കറക്റ്റ് രീതിയിലല്ലാതെ ഏതൊക്കെ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ? എന്താണ് അവരുടെ പേര് അല്ലെ, സോഷ്യൽ ഡാറ്റാസ് അല്ലെ, പിന്നെ എന്താണ് രോഗവിവരങ്ങള് എല്ലാം ഉൾപ്പെടുത്തണ്ടേ? അങ്ങനെ ഇംപ്രോപ്പർ അല്ലാത്ത രീതിയിൽ എങ്ങനെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ അതിന്റെ പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡുകൾ മിസ്സാവുക, കാണാണ്ടാവുക. അപ്പൊ അതിന്റെ പെർസെന്റേജ് എത്ര പേഷ്യൻസിന്റെ റെക്കോർഡുകൾ മിസ്സായി പോയിട്ടുണ്ട്. നെക്സ്റ്റ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ്. എത്ര പേര് എന്താണ് ബെഡ്സ് ഓക്യുപ്പൻസി അല്ലെ? Is much BOR beds occupancy rate is a measure of utilization of the available bed capacity in a hospital. ഒരു ഹോസ്പിറ്റലില് അവൈലബിൾ ആയിട്ടുള്ള ബെഡുകളുടെ കപ്പാസിറ്റി എങ്ങനെ ഉണ്ടാവും? ഇത്ര ബെഡ് അവിടെ അവൈലബിൾ ആണ് അല്ലെ? ഇപ്പൊ 100 ആവാം, 150 ആവാം.
ആ ബെഡിന്റെ കപ്പാസിറ്റി എത്രമാത്രം നല്ല രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട് എന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഡിനോട്ട്സ് ദ പെർസെന്റേജ് ഓഫ് ബെഡ്സ് ഓക്യുപ്പൈഡ് ബൈ പേഷ്യൻസ് ഇൻ എ ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈം, നോർമലി ഇയർ. എന്താണ്? ഒരു നിശ്ചിത കാലയളവ്, പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവില് അല്ലെങ്കിൽ സാധാരണയായി ഒരു വർഷത്തിനുള്ളിൽ രോഗികൾ താമസിക്കുന്ന കിടക്കകളുടെ, ബെഡുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു അല്ലെ. ഒരു വർഷത്തിനുള്ളിൽ അവിടെ എത്ര ആളുകള് അവിടെ ബെഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ആ ബെഡ് അവര് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് BOR. ചിലരെന്താണ് വാർഡുകള് അല്ലെ, വാർഡുകളെല്ലാം അവിടെ ഒന്ന് പോവാം. ബെഡ് ഓക്യുപ്പൻസി റേറ്റ്. നെക്സ്റ്റ്, ലെങ്ത് ഓഫ് സ്റ്റേ. എത്ര ദിവസം വരെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി അവർ സ്റ്റേ ചെയ്തിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ്, മോർട്ടാലിറ്റി റേറ്റ്. എന്താണ്? ഡെത്ത് റേറ്റ്. എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മ അതിന്റെയൊക്കെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാറുണ്ട് അല്ലെ. മോർട്ടാലിറ്റി റേറ്റ്. പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. എന്താണ്? ജനന നിരക്ക്. ജനന മരണ നിരക്ക് അല്ലെ. പ്രൊപ്പോർഷണൽ മെറ്റേണൽ, മെറ്റേണൽ ജനന, മോർട്ടാലിറ്റി ഡെത്ത് റേറ്റ്, ജനന മരണ നിരക്കുകള്. നെക്സ്റ്റ്, പ്രൊപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. എത്ര ശിശുമരണങ്ങള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രൊപ്പോർഷണൽ. എത്ര ശിശുക്കൾ ജനിച്ചിട്ട് അതിൽ എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ പ്രൊപ്പോർഷൻ നോക്കുന്നുണ്ട്. ക്ലിയർ ആയോ അത്? മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പേര് മരണം, ഹോസ്പിറ്റലിൽ എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ജനന മരണ നിരക്ക് അല്ലെ. എത്ര പേര് ജനിച്ച് എത്ര പേര് മരിച്ചു, ജനന മരണ നിരക്ക്. പ്രൊപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫാന്റിന്റെ, ശിശു മരണ നിരക്ക്. നെക്സ്റ്റ്, HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. അതിലും പറയുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. അതിലും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. എന്താണ്? എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ. അതിൽ ആരെയാണ് നോക്കുന്നത്? മറ്റോടത്ത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ നോക്കിയത്. മെഡിക്കൽ റെക്കോർഡില്, ഫ്രണ്ട് ഓഫീസില്. ഇവിടെ എംപ്ലോയിയുടെയാണ് സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നത്. എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി എത്ര ഉണ്ട്. നെക്സ്റ്റ്, എംപ്ലോയീസ് അട്രീഷൻ റേറ്റ്. ഒരു ടൈം പീരീഡിനുള്ളിൽ എത്ര അട്രീഷൻ എന്ന് പറഞ്ഞാല് ഒരു ടൈം പീരീഡിനുള്ളിൽ അവർ ആ ടൈം പീരീഡ് പൂർത്തിയാക്കാതെ അവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്ത് പോകും അല്ലെ, ലീവ് ചെയ്ത് പോകല. ചിലപ്പോ അവരുടെ വേജസിന്റെ പ്രോബ്ലംസ് ആവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഡിസിപ്ലിനറി പ്രോബ്ലംസ് ഉണ്ടാവാം അല്ലെ. പല രീതിയിൽ അവർ കുറച്ച് നാൾ നിന്നിട്ട് അവിടെ നിന്ന് പോവാറുണ്ട്, റിസൈൻ ചെയ്തിട്ടൊക്കെ പോവാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസ് അട്രീഷൻ റേറ്റ്, ഒരു ടൈം പീരീഡിനുള്ളിൽ എംപ്ലോയീസ് എത്ര പേര് അവിടെ നിന്ന് ലീവ് ചെയ്ത് ലെഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നെക്സ്റ്റ്, എംപ്ലോയീസ് ആബ്സെന്റീസം റേറ്റ്. എന്താണ്? ഒരു ടൈം പീരീഡിനുള്ളിൽ ആബ്സെന്റീസ്, എത്ര എംപ്ലോയീസ് ആബ്സെന്റ് ആയിട്ടുണ്ട്, എന്താണ് വരാതെ ഇരുന്നിട്ടുണ്ട് അല്ലെ, ആബ്സെന്റീസ്. Next, a percentage of employees who are informed of employees' rights, responsibilities and welfare scheme. എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസില്, തൊഴിൽ സ്റ്റാഫുകളിലെ എത്ര പേർക്ക് റൈറ്റ്സിനെ കുറിച്ച് അല്ലെ, അവരെ റെസ്പോൺസിബിലിറ്റീസ്, അവരെ വെൽഫെയർ സ്കീമുകളൊക്കെ കറക്റ്റ് രീതിയിൽ ചെയ്യുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോസർ പ്രൊഫിലാക്സിസ്. എന്താണ്? മിസ് പറഞ്ഞുതരാം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞുതരാം. നെക്സ്റ്റ്, ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്. അതിൽ ആരാണ്? ഡിസ്ചാർജ് സമ്മറി ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജ് പറഞ്ഞാൽ ഒരു പേഷ്യൻസിനോട് ഡോക്ടർ പറയാണ് പൊക്കോ, ഡിസ്ചാർജ് ആയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഡിസ്ചാർജിന്റെ പ്രോസസ് ഉണ്ടല്ലോ, ബില്ലാണ് അല്ലെ, ബിൽ സെറ്റിൽമെന്റിന് അല്ലെ, ഒരുപാട് സമയം എടുക്കും ഇല്ലേ. അപ്പൊ ആ ഡിസ്ചാർജ്
പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുത്തിട്ടുണ്ട് അത് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ക്വാളിറ്റി റെപ്രസെന്റ്. ഇപ്പൊ മെയിൻ്റെനൻസ് അല്ലെ, മെയിൻ്റെനൻസ് എന്തിനായിരിക്കും മെയിൻ്റെനൻസ് ആവശ്യമായിട്ട് വരുന്നത്? പൊതുവെ എക്യുപ്മെന്റുകൾക്കായിരിക്കും അല്ലെ. ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്താണ്? ക്രിട്ടിക്കൽ ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ മെഷീനറീസിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ സംഭവിക്കാം അല്ലെ, റിപ്പയറിങ്ങോ അങ്ങനെ എന്തെങ്കിലും സ്റ്റെക്ക് ആയി പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബയോമെഡിക്കൽ എക്യുപ്മെന്റുകൾ, ജനറൽ എക്യുപ്മെന്റുകളൊക്കെ. നെക്സ്റ്റ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററില് ICUല ജനറൽ എക്യുപ്മെന്റുകളെ എത്രമാത്രം അവര് ഉപയോഗിച്ചിട്ടുണ്ട്, യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ, അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രിഡിയേഷൻ. ഒരു ഹോസ്പിറ്റലില് അക്രിഡിയേഷൻ ലഭിക്കുന്നതിന് വേണ്ട എലിജിബിലിറ്റി എന്തൊക്കെയാണ്? അപേക്ഷിക്കാനുള്ള യോഗ്യത. Next, healthcare organization HCO the satisfy the following requirements. Healthcare organizations താഴെ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ, നിറവേറ്റണം. എന്നാൽ മാത്രമാണ് അവർക്ക് അപേക്ഷിക്കാൻ, അക്രഡിയേഷന് അപേക്ഷിക്കാനുള്ള അവകാശമുള്ള യോഗ്യതയുള്ളൂ. നെക്സ്റ്റ്, ഇപ്പൊ നമ്മ ഒരു കോഴ്സിന് ചേരുമ്പോ നമ്മളോട് പറയില്ലേ ഇന്ന യോഗ്യതകൾ വേണം, വേണ്ട എലിജിബിലിറ്റി ചോദിക്കാറില്ലേ? അപ്പൊ അതേപോലെ ഒരു ഹോസ്പിറ്റലില് താഴെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം എന്താണ് അക്രഡിയേഷനെ അപേക്ഷിക്കാനുള്ള യോഗ്യതയുള്ളൂ. നോക്കിയേ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO ദാറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റിക്വയർമെന്റ്സ്. എന്താണ്? താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. കറന്റ്ലി ഇൻ ഓപ്പറേഷൻ ആസ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് it should be above 50 beds. Since hospital below 50 beds will come under HCO standard. എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഈ അക്രിഡിയേഷൻ നൽകുന്നതിന് യോഗ്യത ആവണമെങ്കിൽ എന്താണ്? അവിടെ 50 കൂടുതൽ ബെഡുകൾ ആവശ്യമാണ്, കപ്പാസിറ്റി വേണം. അതല്ലെങ്കിൽ അവ എന്തിലാണ് ഉൾപ്പെടുന്നത്? SHCO പറഞ്ഞില്ലേ നമ്മ, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ. അപ്പൊ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആവാൻ പാടില്ല, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആയിരിക്കണം. 50 ബെഡിൽ കൂടുതലായിരിക്കണം അവിടുത്തെ ബെഡ് കപ്പാസിറ്റി. The hospital has minimum volume of patients which will evaluate the quality of care given to the patients which is presently 30%. എന്താണ്? രോഗികൾക്ക് നൽകുന്നവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം, ക്വാളിറ്റി ഏറ്റവും കുറഞ്ഞ രോഗികളുടെ എണ്ണം ആശുപത്രിയിലുണ്ട്. അതൊക്കെയാണ് നിലവില് വിച്ച് പ്രസന്റ്ലി 30% ആണ്. The hospital has minimum volume of patients which will evaluate the quality of care. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൽ ഒരു 30% പേഷ്യൻസിന് എങ്ങനെയാണ്? ഗുണനിലവാരമുള്ള അല്ലെ ക്വാളിറ്റി കെയർ നൽകണം. ടോട്ടൽ വോളിയത്തിന്റെ എന്താണ്? ഒരു 30% എങ്കിലും ഗുണനിലവാരമുള്ള പരിചരണം നൽകണം. The organization that commits abide by NAB standards and applicable legal or statutory regulatory requirements. NAB എന്താണ്? മാനദണ്ഡങ്ങളും ബാധകമായ ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായ നിയന്ത്രണ ആവശ്യകതകളും എന്താണ്? പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമായ സ്ഥാപനമായിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മുടെ ഗവൺമെന്റ് കാലാകാലങ്ങളിലായി നിലനിർത്തുന്ന നിയമങ്ങൾ അനുസൃതമായിട്ടായിരിക്കും അല്ലെ നാബ് സ്റ്റാൻഡേർഡ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അതെടുത്തില്ലേ മിസ്? അപ്പൊ ആ നിയമങ്ങളെ ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി നിയന്ത്രണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും പാലിക്കാൻ ആര് ബാധ്യസ്ഥരായിരിക്കണം? ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ. ഹോസ്പിറ്റലുകള് എന്താണ്? പ്രതിജ്ഞാബദ്ധമായിരിക്കണം. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. The healthcare organization should have implement NAB standards in the HCO for minimum 3 months. Healthcare organization HCO യിൽ
കുറഞ്ഞത് 3 മാസത്തേക്ക് എന്താണ് നാബ് പറയുന്ന മാനദണ്ഡങ്ങൾ സ്റ്റാൻഡേർഡുകൾ നടപ്പിലാക്കിയിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അവരെന്താണ് പ്രാവർത്തികമാക്കിയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയത്? Next, these standards are to be used by the whole organization and not for a certain service with the organization. ഈ മാനദണ്ഡങ്ങൾ ആരാണ്? ഹോൾ ഓർഗനൈസേഷൻ, മുഴുവൻ ഓർഗനൈസേഷനും, ആൻഡ് നോട്ട് ഫോർ എ സർവീസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഒരു നിശ്ചിത സർവീസിന്, ഒരു നിശ്ചിത സേവനത്തിന് മാത്രം ഈ കാര്യങ്ങൾ നടപ്പാക്കിയാൽ മതിയാ? ഇക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നടപ്പാക്കിയാൽ മതിയാ? ഹെൽത്ത് കെയറിന് ഇപ്പൊ ICUല് മാത്രം ഇവര് പറയുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നടപ്പാക്കിയാൽ മതിയാ? പറ്റില്ല അല്ലെ? ഹോൾ ഓർഗനൈസേഷൻ, ആ ഹോസ്പിറ്റലിലെ മൊത്തം ഡിപ്പാർട്ട്മെന്റുകളിൽ ഇത് നടത്തണ്ടേ? Organization provide multiple service and the standards are equally applicable to all service within the health care organization. എന്താണ് ഓർഗനൈസേഷൻ? എന്താണ് നമുക്കൊരു സർവീസ് ആണോ നൽകുന്നത്? ഒന്നിലധികം സർവീസുകൾ അല്ലെ, ഒന്നിലധികം സേവനങ്ങൾ നൽകുന്നു. എന്താണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ? എന്താണ് നമുക്ക് ഒന്നിലധികം സേവനങ്ങൾ നൽകുന്നു. ആരോഗ്യ സംരക്ഷണ ഓർഗനൈസേഷനിലെ എല്ലാ സേവനങ്ങൾക്കും ഈ സ്റ്റാൻഡേർഡുകൾ, മാനദണ്ഡങ്ങൾ, നാബ് പറയുന്ന മാനദണ്ഡങ്ങള് ഒരേപോലെ ബാധകമാണ് അല്ലെ? ഇപ്പൊ ഫാർമസിയില് ബാധകമാണ്, അതേപോലെ തന്നെ ICUലും ബാധകമല്ലേ? അതിന് ഫാർമസിയിൽ മാത്രം നോക്കിയാൽ മതിയോ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? അല്ല. എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ സേവനങ്ങൾക്കും നാബ് പറയുന്ന മാനദണ്ഡങ്ങൾ ബാധകമാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ. ഈ നാബിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇങ്ങനെയാണ്. ഹോസ്പിറ്റലിന് ജസ്റ്റ് ഒരു മോഡൽ തന്നിരിക്കുന്നതാണ് കേട്ടോ. ആ സർട്ടിഫിക്കറ്റിന്റെ ഇനിയായിരിക്കും ആ സർട്ടിഫിക്കേഷൻ ഇരിക്കുന്നത്. ഈ ചാപ്റ്റർ ക്ലിയർ ആയോ എല്ലാവർക്കും? ഈ ചാപ്റ്റർ ക്ലിയർ ആയോ? മെഡിക്കൽ ഗ്യാസ് എല്ലാവർക്കും ഓക്കെ ആയോ? കുഴപ്പമില്ല. ആദ്യത്തെ ഒരു ഇത്തിരി ഭാഗം മാത്രമല്ലേ ഇത്തിരി പ്രശ്നമുള്ളൂ, ബാക്കിയൊക്കെ സിമ്പിൾ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ 3 മിനിറ്റ് ഒന്ന് നോക്കി നോക്ക്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കട്ടാ. ഒരു 3 മിനിറ്റ് ഒന്ന് നോക്കിയിട്ട് മിസ് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. മെഡിക്കൽ ഗ്യാസ് ആണ് കേട്ടോ മിസ് എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ചാപ്റ്റർ. മെഡിക്കൽ ഗ്യാസ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം.
നിങ്ങളോട് പറഞ്ഞിരുന്നോ ഗൈഡിന്റെ കാര്യം? ഓക്കെ. ഡൗട്ട്സ് ഉണ്ടോ ചാപ്റ്ററില്? നേരത്തെ മിസ് പറഞ്ഞില്ലേ HRM-ലെ പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് ഫീ എക്സ്പോസർ പ്രൊഫിലാക്സിസ്. അത് ഈ പ്രൊഫിലാക്സിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആന്റിബയോട്ടിക്സുകളില്ലേ? അപ്പൊ എത്ര പേര് അങ്ങനെയുള്ള ആന്റിബയോട്ടിക്സുകൾ മറ്റേ വാക്സിനേഷൻ ഒക്കെ ഇല്ലേ, എത്ര പേര് എടുത്തിട്ടുണ്ട്? അത് എത്ര പെർസെന്റേജ് സ്റ്റാഫുകളില് എത്ര പേര് ഇമ്മ്യൂണൈസേഷൻ വാക്സിനുകൾ എടുക്കില്ലേ, ആന്റിബയോട്ടിക്സുകള്? അതുമായി സമ്പർക്കം എത്ര പേർക്കുണ്ട്? നെക്സ്റ്റ് ചാപ്റ്റർ മിസ് തുടങ്ങിക്കോട്ടെ. ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പേജ് ഒന്ന് മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ കറക്റ്റ് ആയിട്ട്. ചാപ്റ്റർ 5 സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. എന്താണ് ഹോസ്പിറ്റൽ ഗ്യാസ് എന്തിനൊക്കെയാണ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം ഉപയോഗിക്കുന്നത്? എന്തിനൊക്കെയാണ്? എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റലുകളില്? ഓക്സിജൻ ഉപയോഗിക്കാറുണ്ടല്ലോ, അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? രോഗികൾക്ക് നൽകാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ? ആ, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി അല്ലേ? അല്ലെ? അനസ്തേഷ്യയുടെ ഭാഗമായി ഉപയോഗിക്കുന്നില്ലേ? അനസ്തേഷ്യ അല്ലെ? അനസ്തേഷ്യയുടെ ഭാഗമായി ഗ്യാസുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? Okay, medical introduction. Medical gases are gases administered to patients. നമ്മ പേഷ്യൻസിന് നൽകുന്ന ഗ്യാസുകൾ, വാതകങ്ങളെയാണ് എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്യാസുകളെയാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. Centralized medical gas system are increasingly turning out to be essential requirements in hospitals in the same way that other necessary services and utilities like electricity, water and air conditioning. എന്താണ് നമ്മ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അല്ലെ, എയർ കണ്ടീഷനിങ്, വാട്ടർ അല്ലെ, വെള്ളം, വൈദ്യുതി, AC, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള എന്താണ് ഒരു സിസ്റ്റമാണ്, ഒരു പ്രവർത്തനമാണ് മെഡിക്കൽ ഗ്യാസ് അല്ലെ? മെഡിക്കൽ ഗ്യാസിനെ ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അല്ലെങ്കിൽ മെഡിക്കൽ എയറിനെ മാറ്റി നിർത്തി നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ് ഹോസ്പിറ്റലിലെ AC, ഇലക്ട്രിസിറ്റി, വാട്ടർ, അതേപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് മെഡിക്കൽ ഗ്യാസ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ്. Medical gases which are gases
മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്ന ഗ്യാസസ് ആണ് യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. എന്താണ് മെഡിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് അല്ലെ, മെഡിക്കൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ഗ്യാസസ് ആണ് മെഡിക്കൽ ഗ്യാസസ്. എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ട്രീറ്റ്മെന്റിന് അല്ലെ, ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. എന്തൊക്കെയാ? ഫോർ അനസ്തേഷ്യ, അനസ്തേഷ്യക്ക്, ആൻഡ് സം ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾ അല്ലെ, ചില മെഡിക്കൽ ഉപകരണങ്ങള് അത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നു. ഓക്സിജൻ സിലിണ്ടർ അല്ലെ, പ്രവർത്തിക്കണമെങ്കിൽ ഗ്യാസ് വേണോ? പിന്നെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ അല്ലെ, നൈട്രസ് ഓക്സൈഡ് അല്ലെ, അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്ന നൈട്രസ് ഓക്സൈഡ്, അതൊക്കെ എന്താണ് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസുകളാണ്, അനസ്തേഷ്യക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസുകളാണ് അല്ലെ. ചിലത് എന്താണ്? ഫോർ സം ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ചിലത് മെഡിക്കൽ ഉപകരണങ്ങളായും ചിലത് മെഡിക്കൽ ഉപകരണങ്ങള് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ടൂളായും അല്ലെ മെഡിക്കൽ ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? മെഡിക്കൽ ഗ്യാസസ് എന്ന് പറഞ്ഞാല് നമ്മ പേഷ്യൻസിന് നൽകുന്ന ഗ്യാസുകളെയാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ AC, പിന്നെ വാട്ടർ, ഇലക്ട്രിസിറ്റി, അതേപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെഡിക്കൽ ഗ്യാസ്. മെഡിക്കൽ ഗ്യാസസ് എന്താണ്? നമ്മെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റിന്റെ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്ന അനസ്തേഷ്യക്ക്, അല്ലെങ്കിൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഉപകരണങ്ങളെ ടൂളായിട്ട് നമ്മൾ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽ. ഏതൊക്കെ മെഡിക്കൽ ഗ്യാസുകളാണ് നമ്മ ഏതൊക്കെ ഏരിയയിലാണ് മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നത്? ആശുപത്രിയിലെ മെഡിക്കൽ ഗ്യാസ് ഉപയോഗ മേഖലകൾ. The department that use medical gases in hospital consists of റൂമുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഓക്സിജനായി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മൾ കാണാറില്ലേ റൂമുകളിലെ ഒരു ചെറിയൊരു കുപ്പി പോലെ, അതിലെന്താണ്? ഓക്സിജൻ വന്ന് നിൽക്കും അല്ലെ, പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ വന്ന് നിന്നിട്ട് അതെന്താണ് പേഷ്യൻസിന് നൽകുന്നു അല്ലെ. ICUവിൽ ഉണ്ടാവാം അല്ലെ ആ റൂംസ്, റിക്കവറി റൂംസുകൾ, എന്താണ് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പേഷ്യൻസിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി കരുതുന്ന റൂമുകളുണ്ട് അല്ലെ, റിക്കവറി റൂമുകൾ. ഡയഗ്നോസിസ്, കാഷ്വാലിറ്റി, എന്താണ് ഡയഗ്നോസിസ് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഇല്ലേ രോഗനിർണയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ലാബുകളിൽ അല്ലെ. പിന്നെന്താണ്? ഇന്റർവെൻഷൻ ഏരിയാസ്, ചികിത്സ നടത്തുന്ന ഏരിയാസ്, പേഷ്യൻസിന് ചികിത്സ കൊടുക്കുന്ന ഏരിയാസിൽ ICUവിൽ ഉണ്ടാവാറുണ്ട് അല്ലെ, കാഷ്വാലിറ്റിയിൽ ഉണ്ടാവാറുണ്ട്. ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, എന്താണ് പ്രസവാനന്തര അല്ലെ, പ്രസവാനന്തര ട്രീറ്റ്മെന്റുകൾ നടത്തുന്ന വാർഡുകളിൽ യൂസ് ചെയ്യാറില്ലേ, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് വാർഡ്. ICUവിൽ ഉണ്ടാവാറുണ്ട്. ജനറൽ വാർഡ്സുകളിലെല്ലാം എന്താണ് മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദി മെഡിക്കൽ ഗ്യാസ് പൈപ്പ്ലൈൻ സിസ്റ്റം വിയ സ്റ്റേഷൻ ഔട്ട്ലെറ്റ്. എന്താണ്? സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴി ഉപകരണങ്ങള് ഗ്യാസ് പൈപ്പ് ലൈനുകൾ വഴി എന്താണ് ഈ സ്റ്റേഷൻ ഔട്ട്ലെറ്റിലേക്ക് ബന്ധപ്പെടുത്തിയിരിക്കുന്നു അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു ചെറിയ അല്ലെ ഈ പൈപ്പ് പോലെയല്ലേ വരുള്ളൂ, പൈപ്പ് ലൈൻ വഴി അല്ലെ മെഡിക്കൽ ഗ്യാസ് വരുള്ളൂ. അപ്പൊ എന്താണ് ഈ സിസ്റ്റത്തിലേക്ക് സ്റ്റേഷൻ ഔട്ട്ലെറ്റിലേക്ക് എന്താണ് മെഡിക്കൽ ഗ്യാസുകള് പൈപ്പ് ലൈൻ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ എല്ലായിടത്തും ഈ ഓക്സിജന്റെ സിലിണ്ടർ ഒക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ടോ? ഹോസ്പിറ്റലുകളിൽ കാണാറുണ്ടോ? അപ്പൊ ഓരോ പേഷ്യൻസ് കിടക്കുന്നതിന്റെ അടുത്തൊക്കെ ഓക്സിജൻ സിലിണ്ടർ ഇല്ല അല്ലെ. എന്താണ് ഒരു പൈപ്പിൽ നിന്ന് ഒരു ചെറിയൊരു ഇതുപോലെ ആ ചെമരും ഉണ്ടാവും, അതിൽ നിന്നായിരിക്കും പേഷ്യൻസിന് കൊടുക്കുന്നത് ഓക്സിജൻ എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് മെഡിക്കൽ സ്റ്റേഷൻ ഔട്ട്ലെറ്റിലേക്ക് എന്താണ് മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ വഴിയായിരിക്കും നൽകുന്നത്. നെക്സ്റ്റ്, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തേഷ്യക്കൽ ഗ്യാസ് ഡിസ്പോസൽ, അനസ്തേറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം. എന്താണ്
വാക്വം ക്ലീനർ എയർ വെച്ച് വലിച്ചെടുക്കുന്നത് അല്ലെ. എന്താണ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ് വാക്വം സിസ്റ്റം അല്ലെ, എയർ വെച്ച് വലിച്ചെടുക്കുന്ന വാക്വം സിസ്റ്റം. ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ എന്ന് വെച്ചാൽ അനസ്തേഷ്യയുടെ എക്യുപ്മെന്റുകള് വാതകങ്ങള് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് ഗ്യാസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. വാക്വം സിസ്റ്റവും പിന്നെ എന്താണ് വേസ്റ്റ് അനസ്തേഷ്യ അല്ലെ, അനസ്തേഷ്യ ചെയ്തിട്ട് അതിന്റെ വാതകങ്ങളൊക്കെ വൃത്തിയായിട്ടാവും അല്ലെ. അപ്പൊ അത് ഡിസ്പോസ് ചെയ്യുന്നതിന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നിങ്ങൾക്ക് 7 ടൈപ്പ് 7 ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 7 ടൈപ്പ് മെഡിക്കൽ ഗ്യാസ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ മെഡിക്കൽ എയർ. ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റലില് യൂസ് ചെയ്യുന്ന മെഡിക്കൽ ഗ്യാസസ് ഏതെല്ലാമാണ്? ഫസ്റ്റ് വൺ മെഡിക്കൽ എയർ. മെഡിക്കൽ എയർ മീൻസ് എ ക്ലീൻ സപ്ലൈ ഫോർ കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ടു ഡിസ്ട്രിബ്യൂട്ട് മെഡിക്കൽ ഗ്യാസ്. എന്താണ് ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന കംപ്രസ് ചെയ്ത് അതായത് പ്രഷർ ചെയ്യുന്ന വായു വിതരണമാണ് മെഡിക്കൽ എയർ. ഇത് മലിനീകരണവും ഇതെങ്ങനെയുള്ളതാണ്? മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹോസ്പിറ്റലുകളിൽ യൂസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ യൂസ് ചെയ്യുന്ന കംപ്രസ് ചെയ്യേണ്ട അതായത് നമ്മൾ പ്രഷർ ചെയ്യേണ്ടതായ മർദ്ദം ഉപയോഗിക്കേണ്ടതായ എന്താണ് ഗ്യാസിനെയാണ് മെഡിക്കൽ ഗ്യാസിനെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ. ഇതെന്താണ് പൊല്യൂഷൻ ഇല്ല, മലിനീകരണം ഇല്ലാത്തതാണ്. ആൻഡ് പാർട്ടിക്കിൾസ് ഇല്ല. ഹാസ് നോ ഓയിൽ ഇല്ല, ഓർഡർ ഇല്ല. പിന്നെന്താണ് ആൻഡ് ഈസ് ഡ്രൈ ടു ബ്ലോക്ക് വാട്ടർ ബിൽഡ് അപ്പ് വിത്തിൻ ദ ഫെസിലിറ്റീസ് ഓഫ് പൈപ്പ് ലൈനിൽ എന്താണ് വെള്ളം വരുന്ന പൈപ്പ് ലൈനിൽ എന്തെങ്കിലും ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഈ എയർ അങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എയർ ആണല്ലേ ഇത് മെഡിക്കൽ എയർ ആണ്. എയർ പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അതിന്റെ ബ്ലോക്ക് ഒക്കെ മാറും അല്ലെ, റിമൂവ് ആവുമല്ലോ. അങ്ങനെയല്ലേ നമ്മ വീടുകളിൽ ഈ ഇത് വെച്ച് പുഷ് ചെയ്യാറില്ലേ, ബാത്റൂമില് അല്ലെങ്കിൽ സിങ്കിലൊക്കെ ഇത് വരുമ്പോ എന്ത് ചെയ്യും ഒരു കംപ്രസ് ചെയ്യുന്നത് വെച്ചെങ്ങാണ്ട് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ അതിന്റെ വേസ്റ്റ് പോവും അല്ലേ. അപ്പൊ എന്താണ് പൈപ്പ് ലൈനിലൊക്കെ എന്തെങ്കിലും വെള്ളം വരുന്ന പൈപ്പ് ലൈനിലൊക്കെ എന്തെങ്കിലും ആവാക്കുമ്പോൾ എന്തെങ്കിലും എന്താണ് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെഡിക്കൽ എയർ ഉപയോഗിച്ചിട്ട് ആ തടസ്സം നീക്കുന്നതിനൊക്കെ സഹായിക്കുന്നു. മെഡിക്കൽ എയർ എന്ന് പറയുന്നത് എന്താണ് പൊല്യൂഷൻ ഇല്ലാത്തതോ പാർട്ടിക്കിൾസ് ഇല്ലാത്തതോ ഓയിൽ ഇല്ലാത്തതോ അല്ലെ, ഓയിൽ ഫ്രീ ആയിരിക്കും, ഓർഡർ മണമില്ലാത്തതൊക്കെ ആയ ഇതിനെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. when a patient is in the operating room, patients ഓപ്പറേഷൻ റൂമിലാണെങ്കിൽ whether it is an emergency or not, അവർക്ക് എമർജൻസി ഗുരുതരമാണെങ്കിലും അല്ലെങ്കിലും a surgeon depends on a medical air compressor to keep the patient comfortable and breathing. ആ പേഷ്യൻസിന്റെ കംഫർട്ട് സേഫ്റ്റിക്ക് സുരക്ഷിതത്വത്തിനും അവരെ ബ്രീത്തിങ് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മ മെഡിക്കൽ എയർ കൊടുക്കാറുണ്ട്. ക്ലിയർ ആയോ? പേഷ്യൻസിന് നൽകുന്ന മെഡിക്കൽ എയറിനെയാണ് അവരെ ബ്രീത്തിങ് ഓക്കെ ആക്കാനായിട്ട് അല്ലെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന എയറിനെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഇതെന്താണ് മണമില്ല, ദുർഗന്ധമില്ല, ഓയിൽ ഇല്ല, പൊല്യൂഷൻ ഇല്ല, മലിനമില്ലാത്ത നല്ല പ്യുവർ ആയിട്ടുള്ള എയർ ആയിരിക്കും. ഇതെന്താണ് സർജറി കഴിഞ്ഞ പേഷ്യൻസിന് അവരെ ബ്രീത്തിങ് അവർക്ക് ക്രിട്ടിക്കൽ ആണെങ്കിലും അപകടമാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും മെഡിക്കൽ എയർ കൊടുക്കുന്ന അവർക്ക് ബ്രീത്തിങ് ഓക്കെ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാക്കാൻ വേണ്ടി. ക്ലിയർ ആയോ മെഡിക്കൽ എയർ? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് മൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ മിസ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.